ജനങ്ങളുടെ ഭക്തി വർദ്ധിക്കാൻ ഈ നാഗത്തെ അവിടെ ഉള്ള ആളുകൾ ആരാധിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, 800 അടി ഉയരം വരുന്ന ബഹുനിലകളോടുകൂടിയ ഒരഗ്രം മലയിൽ ചെന്ന് സ്പർശിക്കുന്ന, കാരണം ഉയരത്തിലുള്ള മലയുടെ താഴെ നിന്ന് മുതൽ കെട്ടിപ്പൊക്കി മുകളിലേക്ക് എത്തിക്കുന്ന ഒരു പടുകുറ്റൻ ദേവാലയം ഈ നാഗദേവന് വേണ്ടി ഒരുങ്ങി. ആ ഭാഗം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-13 വചനങ്ങളാണ്. വെളിപ്പാട് 2-ാം അധ്യായം 12-13. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. വളരെ സുപ്രധാനമായ ഈ വചനത്തിനായി ദൈവത്തിന് മഹത്വം. പെർഗമോസ് എന്ന് അറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശം, മലയാളം ബൈബിളിൽ പെർഗമോസ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും ഈ സ്ഥലപ്പേര് പെർഗമം എന്നാണ് പറയേണ്ടത്. പെർഗമം എന്ന പദം സവിശേഷമായ ഒരു പ്രശ്നത്തോട് ബന്ധപ്പെട്ട് ലഭിച്ച പേരാണ്. പണ്ട് കാലത്ത് എഴുത്തുഫലകമായി മനുഷ്യൻ മൃഗങ്ങളുടെ തോൽ ഉപയോഗിക്കുമായിരുന്നു. അതിനുവേണ്ടി വളർത്തുന്ന ഇളം കിടാവുകളുടെയോ ആടുകളുടെയോ തോല് സംസ്കരിച്ചെടുത്ത് നമ്മൾ ഈ തുകൽ വാദ്യങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ആ തോലിൽ എഴുതുന്ന പതിവുണ്ടായിരുന്നു. അത്തരം തുകൽ എഴുത്ത് രീതി ചിലവേറിയതാണ്. അങ്ങനെയുള്ള തുകൽ നിർമ്മിക്കുന്ന, ആ തുകലിൽ എഴുതുന്ന, സംസ്കരിക്കുന്ന ഒരു കേന്ദ്രം നിലനിന്ന സ്ഥലത്ത്, ആ സ്ഥലത്തിനുണ്ടായ പേരാണ് പെർഗമം. ആ തുകലിന് പറയുന്ന പേര് പാർച്ച്മെൻ്റ് എന്നാണ്. പാർച്ച്മെൻസുകളുടെ ഒരു വിപണി നിലനിന്നിരുന്ന ഭൂപ്രദേശം എന്നർത്ഥത്തിൽ പെർഗമം എന്നീ സ്ഥലത്തിന് പേര് വന്നു. ഈ സ്ഥലത്ത് നമുക്കൊരു സഭയുണ്ടായി. ആ സഭയെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദാസനായ യോഹന്നാനിലൂടെ ഒരാലോചന വഴി ശക്തീകരിച്ച് ഒരു ദൂതറിയിക്കുമ്പോൾ ആ സഭയോട് പറയുകയാണ്, ഇരുവായ്ത്തല മൂർച്ചയേറിയ വാൾ ഉള്ളവൻ നിന്നോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്നെ അറിയുന്നു. നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അത് സാത്താൻ്റെ സിംഹാസനമുള്ളിടം എന്ന് അറിയുന്നു. സാത്താൻ്റെ സിംഹാസനമുള്ള ഇടത്ത് നീ നിൽക്കുന്നു എന്നത് പലപ്പോഴും പ്രസംഗകർ ഒരു കുറവ് പോലെയാണ് പറയുക. നിങ്ങൾ നിൽക്കുന്നത് സാത്താൻ്റെ സിംഹാസനമുള്ളിടത്താണ്. വാസ്തവത്തിൽ അതൊരു കുറവല്ല, അതൊരു ധൈര്യമാണ്. ആ ധൈര്യത്തെ പ്രകീർത്തിച്ചു കൊണ്ട് പറയുക, ഞാനത് അറിയുന്നു. ഇന്ന് വചനം കേൾക്കുന്നവരെ, ആ അറിവാണ് നമ്മുടെ ബലം എന്നുള്ളത്. നമ്മുടെ അവസ്ഥ അറിയുന്നൊരു യേശു, നാം എവിടെ നിൽക്കുന്നു എന്നറിയുന്നൊരു യേശു, നാം എന്തു ചെയ്യുന്നു എന്നറിയുന്നൊരു യേശു, നമ്മുടെ കർത്താവും രക്ഷിതാവുമായി ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധം നമുക്ക് ബലമേകട്ടെ. അത് നമുക്ക് ശക്തി തരട്ടെ. ഏത് സാത്താന്യ കൂടാരങ്ങളിലും അകപ്പെട്ടുപോയ തൻ്റെ ജനത്തിന് തിരിച്ച് ശക്തിയും ബലവും കൃപയും നൽകി അവരെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിയുന്ന ആ ദിവ്യ ഇടപെടൽ നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ഏതൊരാൾ ഇന്ന് വചനധ്യാനത്തിന് സന്നിഹിതരായിട്ടുണ്ടോ അവരെയൊക്കെ അനുഗ്രഹിക്കാൻ കഴിയുന്നൊരു ദൈവം അതിവിടെ ഇരിക്കുന്നവരെ മാത്രമല്ല
ദൂരത്ത് ഭവനങ്ങളിൽ ഈ ശബ്ദവരിക്കുള്ളിൽ ആരൊക്കെ ഇത് കേൾക്കുന്നു അവർക്കൊക്കെ ഈ രാത്രിയിലെ വചനം അനുഗ്രഹമായി തീരട്ടെ. ജീവൽ പ്രതിസന്ധികളുടെ നടുവിൽ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വചനം ഉന്മേഷദായകമാകട്ടെ, വചനം ചൈതന്യമാകട്ടെ, വചനം രോഗശാന്തിയാകട്ടെ, വചനം ഇതുവരെ കാണാത്ത എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കുന്ന ദൈവിക ഇടപെടലാകട്ടെ. നമുക്ക് തിരികെ ഈ വിഷയത്തിലേക്ക് ഒന്ന് വരണം. നിങ്ങൾ തൽപരരാണെങ്കിൽ ഞാനൊരു ആമുഖ ചരിത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എവിടെയാണ് ഈ പെർഗമോസ് അല്ലെങ്കിൽ പെർഗമം? പുരാതന കാലത്ത് പുതിയ നിയമകാലം എന്നൊക്കെ പറയുന്ന 1-ാം നൂറ്റാണ്ടിൻ്റെ കാലം, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടു മുമ്പും പിമ്പുമുള്ളൊരു കാലം. ആ കാലത്ത് ഏറെ പ്രധാനപ്പെട്ട ഏഷ്യൻ നഗരങ്ങളിൽ ഒന്നായിരുന്നു പെർഗമം. ഏഷ്യ എന്ന് ബൈബിളിൽ പറയുന്നത് ഇന്നത്തെ ഏഷ്യ അല്ല. ആസ്യ അഥവാ ഏഷ്യ മൈനർ എന്ന് ബൈബിൾ ഉപയോഗിക്കുന്നത് ഇന്ന് തുർക്കി എന്ന് വിളിക്കുന്ന ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ പെർഗമം അടക്കമുള്ള സ്ഥലങ്ങൾ ഇന്നും ആ സ്ഥലങ്ങളിലുണ്ട്. ഈ പെർഗമത്തിൻ്റെ ഒരു പ്രത്യേകത, അതൊരു ശ്രദ്ധേയ നഗരമായിരുന്നു. കൊരിന്ത് ഒരു വാണിജ്യ നഗരമായിരുന്നു. ഫിലിപ്പിയ ഒരു സമ്പന്ന നഗരമായിരുന്നു. ഈ എഫസോസ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സമ്പന്ന നഗരമായിരുന്നു. എന്നാൽ പെർഗമോസിനെ ശ്രദ്ധേയമാക്കിയത് സമ്പത്തോ മറ്റേതെങ്കിലും സംഭവങ്ങളോ ആയിരുന്നില്ല. ആ നഗരം സംസ്കാര സമ്പന്നമായൊരു സ്ഥലമായിരുന്നു. അൻ ഏഷ്യൻ്റ് കൾച്ചറൽ സെൻറ്റർ എന്ന് വിശേഷിപ്പിക്കാം. പൗരാണികമായ ഒരു സാംസ്കാരിക കേന്ദ്രം. അതിന് രസകരമായൊരു ചരിത്രമുണ്ട്. പണ്ട് ലോകത്തിലെ ഏറ്റവും സുശക്തമായ, ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലൈബ്രറി നിലനിന്നിരുന്ന സ്ഥലം ഈജിപ്തിലെ അലക്സാൻഡ്രിയ ആയിരുന്നു. ബൈബിളിലും അതിന് ചില തെളിവുകളുണ്ട്. അലക്സാൻഡ്രിയക്കാരനായി തിരുവെഴുത്തുകളിൽ വാഗ്വൈഭവമുള്ള അപ്പല്ലോസ്, അലക്സാൻഡ്രിയ വിശാലമായ നിരവധി ലക്ഷക്കണക്കിന് വോളിയം ഗ്രന്ഥങ്ങളെ ഉൾക്കൊള്ളുന്ന ലൈബ്രറി നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. മക്കൾ എന്തിനാ ചിരിക്കുന്നത്? അങ്കിൾ വെറുതെല്ലാം തെറ്റുന്നുണ്ടോ? എനിക്ക് തെറ്റിയോ? അലക്സാൻഡ്രിയ അല്ലേ? എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം, കളി പറഞ്ഞിരിക്കരുത് കേട്ടോ. ഞാനോട് എനിക്ക് വല്ലതും തെറ്റിയത് അത് നിങ്ങൾ തിരുത്തുക. എന്നാൽ അതിന് കുഴപ്പമൊന്നുമില്ല, ഇത് കഴിഞ്ഞ് മതി, ഇത് കഴിഞ്ഞ് തിരുത്തണം, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വരുമ്പോൾ അവർക്ക് വേറെ അഭിപ്രായം ഉണ്ടേ കേൾക്കണ്ടേ, അതുകൊണ്ടാണ്, വഴക്ക് പറഞ്ഞല്ല. അപ്പോൾ ഇത്രയും പൗരാണികമായ ഈ നഗരത്തിൽ ഒരു വലിയ ലൈബ്രറി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ ഒരു ലൈബ്രറി സങ്കല്പമല്ല. കാരണം ഈ പുസ്തകങ്ങളോ ഈ പേപ്പറോ ഒന്നുമില്ല. മറിച്ച് മനുഷ്യനന്ന് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് വിടരുന്ന പാപ്പിറസ് എന്നൊരു ചെടിയുടെ തണ്ടിൽ നിന്ന് ലഭിക്കുന്ന പൾപ്പ് ലംബവും തിരശ്ചീനവുമായി അടുക്കി അമർത്തി അതിനകത്ത് നിന്ന് ഉള്ള ഈ പൾപ്പിനെ സംസ്കരിച്ചെടുക്കുന്ന പാപ്പിറസ് എന്ന ഒരു എഴുത്തുഫലകത്തിലായിരുന്നു ഇന്നത്തെ പേപ്പറിൻ്റെ പഴയ രൂപം. അതന്നും ഇന്നും ലഭ്യമാണ്. അന്നും ഇന്നും അതിന് നല്ല വിലയാണ്. ഈ പാപ്പിറസുകളിൽ എഴുതി അത്തരം ധാരാളം ചുരുളുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നൊരു പുരാതന ലൈബ്രറി. കോടിക്കണക്കിന് വോളിയം ബുക്ക് അവിടെയുണ്ട്. ഖലീഫ ഉമർ ലോകം ഭരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ സൗദി അറേബ്യ ഭരിക്കുന്ന കാലത്ത്, അറേബ്യൻ ഭരണാധികാരിയായി 3-ാം ഖലീഫയാകുന്ന ഉമർ അധികാരമേറ്റ് കഴിഞ്ഞ് ഉമറിൻ്റെ ഒരു സേനാനായകൻ അലക്സാൻഡ്രിയയിലേക്ക് ചെല്ലുകയും ഈ ലൈബ്രറിക്ക് തീയിടുകയും ചെയ്തു. തീയിട്ട ലൈബ്രറി ഏകദേശം 3-3.5 മാസം നിന്ന് കത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ഗ്രന്ഥച്ചുരുളുകളുടെ ഒരു അസുലഭമെന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ശ്രേഷ്ഠമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സ്റ്റോക്ക് അത് എത്രയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അതുവരെ ഇത് ലോകത്തിൻ്റെ വിജ്ഞാന കേന്ദ്രമായിരുന്നു അലക്സാൻഡ്രിയ. പഴയ നിയമത്തിൻ്റെ കയ്യെഴുത്തു പ്രതികൾ
അതുപോലെ തന്നെ പുതുനിയമത്തിൻ്റെ പല എഴുത്തുകുത്തുകൾ സഭകൾക്ക് നടത്തിയിരുന്ന രേഖകളൊക്കെ ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ തീയിട്ട് നശിപ്പിച്ചു. അത് ശേഷമുള്ളൊരു കാര്യമാണ്. ഏതാണ്ട് 700-800 ആകുമ്പോൾ ഈ ക്രിസ്തുവിന് 800 വർഷത്തിനൊക്കെ ശേഷമുള്ള സംഭവമാണ്. പക്ഷെ അതല്ല വിഷയം. മറ്റൊരു പ്രധാന വിഷയമുണ്ട്. ആ വിഷയം ഈ പെർഗമവുമായി ബന്ധപ്പെട്ട ഇവിടെ ഭരിച്ചിരുന്ന യുമനസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ പെർഗമം ഭരിച്ച യുമനസ് എന്ന രാജാവ് തീരുമാനിച്ചു, ഈ അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയേക്കാൾ വലിയൊരു ലൈബ്രറി തനിക്ക് ഉണ്ടാക്കണം. തീർച്ചയായിട്ടും അത് വിജയിക്കും. കാരണം താഴെ മനോഹരമായൊരു നദിയാണ്. ആ നദി, അതിൻ്റെ ഓരത്ത് നിന്ന് വിശാലമായൊരു മല. ആ മലക്ക് ഏകദേശം 1200 അടി ഉയരമുണ്ട്. ആ മലമുകളിലാണ് പെർഗമ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ വിജ്ഞാന കേന്ദ്രം സ്ഥാപിച്ചാൽ ലോകത്തിന് മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിലാണ്. ഒരു 15 കിലോമീറ്റർ ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങകലെ മെഡിറ്ററേനിയൻ കടൽ കാണാം. ആ മെഡിറ്ററേനിയൻ കടലിൽ കൂടി കടന്നു പോകുന്ന കപ്പലുകളിലിരിക്കുന്ന ആളുകൾക്ക് മലമേലിരിക്കുന്ന ഈ പട്ടണം കാണാം. ഈ പട്ടണം ആകർഷണീയമാ, മനോഹരമാ. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത്, അലക്സാണ്ട്രിയൻ ലൈബ്രറിയുടെ ചുമതല വഹിക്കുന്ന ആ പുസ്തകത്തിൻ്റെ മുഴുവൻ അധികാരിയായ, അല്ലെങ്കിൽ ലൈബ്രറിയൻ നമ്മൾ വിളിക്കുന്ന ആളിന് കൂടുതൽ പണം കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷെ അയാൾ പിടിക്കപ്പെട്ടു. ഈജിപ്തിലെ ചക്രവർത്തി അയാളെ തടവിലാക്കി. ടോളമി തടവിലാക്കുക മാത്രമല്ല, ഇനി ഒരു പാപ്പിറസിൻ്റെ ഷീറ്റും പെർഗമത്തേക്ക് കയറ്റി അയക്കാൻ പാടില്ല. അവരെ എഴുത്തും വിജ്ഞാനമൊക്കെ ഇവിടം കൊണ്ട് തീരണം. അങ്ങനെ പേപ്പർ അല്ലെങ്കിൽ അന്നത്തെ പാപ്പിറസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്ട് നിർത്തിവെച്ചു. പകരം ഇവർ കണ്ടെത്തിയ ഒരു എഴുത്തുവിദ്യയാണ് ഈ പെർഗമം എന്ന പേരിന് കാരണമായി തീർന്ന പാർച്ച്മെൻറ്റ്സ് അഥവാ മൃഗത്തോലിലെ എഴുത്ത്. എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്നറിയോ? ഇത് കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു രോഗശാന്തിയൊന്നും വരില്ല എന്ന് എനിക്കറിയാം. ഒരു അത്ഭുതമൊന്നും പെട്ടെന്ന് സാധിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു വിഷയത്തിന് തെളിവ് തരാനായിട്ടാണ്. എന്താണെന്നറിയണ്ടേ? ഈ തുകൽ ധാരാളമായതോടുകൂടി ഇത് പാപ്പിറസിനേക്കാൾ കാലദൈർഘ്യത്തോടെ വിവരം ശേഖരിക്കാൻ കഴിയുന്ന ഒന്നായി. മൃഗത്തോൽ എഴുതിയാൽ ഈ ചെടിയിൽ നിന്ന് കിട്ടുന്ന അസംസ്കൃത വസ്തുവിനേക്കാൾ ഇത് ലാസ്റ്റ് ചെയ്യും. ഈ ചുരുളിന് ഡിമാൻഡായി. ഇതിലെഴുതുന്ന ശീലം സർവ്വസാധാരണമായി. അത് ചിലവേറി. അപ്പം അങ്ങനെ ചിലവേറുമ്പോൾ മൃഗങ്ങളെ കിട്ടണം ധാരാളം, അല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. പുതിയ നിയമത്തിൻ്റെ 27 പുസ്തകമൊക്കെ പണ്ട് മൃഗത്തിൻ്റെ തോലിൽ എഴുതണമെങ്കിൽ എത്ര ആടിനെ കൊല്ലണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിതൊരിടത്ത് ക്ലാസ് എടുത്തപ്പോൾ കേട്ട പാർട്ടി പറയാം, ഞാനതല്ല ചിന്തിക്കുന്നത്, ആ ആടിൻ്റെ മാംസമൊക്കെ എങ്ങോട്ട് പോയെന്നാണ് ഒരാൾ പറഞ്ഞ. എത്ര കാളക്കിടാവിനെ കൊല്ലണം ഒരു പുതിയ നിയമം തയ്യാറാക്കാൻ? അത്തരം ഒരു പുതിയ നിയമം കൊണ്ട് ഇനി പഴയ നിയമം കൂടെ ചേർത്തൊരു സമ്പൂർണ്ണ ബൈബിളാണെങ്കിൽ നമുക്ക് ഇത്രയും പേര് നോക്കിയാൽ ഒരു ബൈബിൾ കൊണ്ട് യോത്തിന് വരാൻ പറ്റില്ല. ഓരോ ചുരുളുകളാണ്, ഓരോ അധ്യായത്തിൻ്റെ ചുരുൾ വേണം. സങ്കീർണമായൊരു പ്രക്രിയയാണ്. അതിനാണ് ആലയത്തിൽ തന്നെ പണ്ടിത് സൂക്ഷിച്ചത്. യേശു പതിവ് പോലെ പള്ളിയിൽ ചെന്നു. അവൻ പുസ്തക ചുരുൾ തുറന്നു, അത് വായിച്ചിട്ട് തിരികെ അവിടെ വച്ചു. കാരണം എന്താ? ഇന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കിടന്ന് കൊണ്ടുവന്ന് നോക്കൂലി മേടിക്കാൻ യൂണിയൻകാർ വരും. കണ്ടോ അന്നത്തേക്ക് സ്ഥിതി? ദൈവം നമുക്ക് ഈ പുസ്തകമാക്കി തന്ന വളരെ നന്നായി. അന്നത്തേക്ക് ഒരു സ്ഥിതി അതാണ്. മെമ്പർ ഇടങ്ങാണ്ടുണ്ടല്ലേ? പ്രശ്നം ഉണ്ടാക്കുമോ? ഇല്ല, കുഴപ്പമില്ല. സോറി, പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇന്ന് കാണുന്നൊരു നിലയിലേക്ക് രൂപപ്പെടുത്തിയ അഭിവൃദ്ധിജനകമായ ചരിത്രം ഒത്തിരിയുണ്ട്. അതും പറയേണ്ടതുണ്ട്. കാരണം ഈ പുസ്തക രൂപത്തിൽ ആദ്യം മഷി പുരണ്ട് നമ്മുടെ കയ്യിലെത്തിയ കൃതിയും ബൈബിളാണ്. കമ്പ്യൂട്ടറൈസ് ചെയ്യപ്പെട്ട കൃതിയും ബൈബിളാണ്. പാർച്ച്മെൻറ്റ്സിൽ ആദ്യം എഴുതിയതും പാപ്പിറസിൽ എഴുതിയതും ഒക്കെ ബൈബിളാണ്. എന്തിന് മലയാളത്തിലേക്ക് അച്ചടി വന്നപ്പോൾ അച്ചടി മഷി ആദ്യം പുരണ്ടതും ബൈബിളിലാണ്. ഒരുപക്ഷെ അച്ചടി വിദ്യ ഗുട്ടൻസ്ബർഗ് കണ്ടുപിടിക്കുന്നത് തന്നെ ബൈബിളിൻ്റെ അച്ചടിക്ക് ഏറ്റവും അധികം പ്രാധാന്യത ഉണ്ടായത്. അതൊക്കെ മറ്റൊരു വിഷയം. ഈ പാർച്ച്മെൻറ്റ്സ്, അതിലെ എഴുത്തുകൾ ശക്തമായപ്പോൾ ഇത് മറ്റൊരു രൂപത്തിലും പ്രയോജനപ്പെട്ടു.
ദീർഘവർഷങ്ങളിരിക്കുന്ന ഇത്തരം എഴുത്തുകളിൽ ഈ ഭൂപ്രദേശത്തിൻ്റെ പലയിടങ്ങളിലുള്ള മാന്ത്രികന്മാർ മാന്ത്രിക രഹസ്യങ്ങളെ എഴുതാൻ പദ്ധതി കിട്ടും. കാരണം കാലഹരണപ്പെടാതെ അവിടെ ഇരിക്കും. അത് വിറ്റാൽ വലിയ പണം കിട്ടും. ഈ മാന്ത്രിക ഗ്രന്ഥങ്ങൾക്ക് വലിയ വിലയാണ്. അനാവശ്യമായി മനുഷ്യരാരും അതിൽ തൊടില്ല. ഒരുതരം ഭയം നിമിത്തം മന്ത്രതന്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഈ ചുരുളുകൾക്ക് വലിയ വിലയായി. ആ ചുരുളുകൾ ആരും അപഹരിച്ചു കൊണ്ട് പോകാതിരിക്കാൻ ഇതിനോട് ചേർത്ത് സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട കഥകൾ പരന്നു. ചിലപ്പോഴൊക്കെ പറയാൻ തുടങ്ങി, ഈ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടത്ത് നാഗങ്ങളെ കാവലാക്കിയിരിക്കുകയാണ്. പണം വിടർത്തിയാടുന്ന നാഗങ്ങളുടെ നടുവിലൂടെ വേണം നിങ്ങൾ പെർഗമോസിലെ ഈ ഗ്രന്ഥപ്പുരക്കകത്ത് കടക്കാൻ. മാത്രമല്ല, പാപ്പിറസിന്റെ ഇവിടേക്കുള്ള വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈജിപ്തുകാർ നമ്മളോട് ചെയ്ത ആ വലിയ തിന്മയ്ക്ക് പകരം വിട്ടണമെങ്കിൽ മന്ത്രതന്ത്രാദികൾ അറിയാവുന്ന ആളുകളെ കൊണ്ടുവന്ന് ഈ മന്ത്രങ്ങൾ പഠിപ്പിച്ച് നമ്മുടെ സാംസ്കാരിക അഭിവൃദ്ധി വളർത്തുക മാത്രമല്ല, നമ്മെ ഇങ്ങനെ ചെറുക്കാൻ വന്നവരോടൊക്കെ പ്രതികാരം വിട്ടുവാനുള്ളൊരു വഴി കൂടിയായി ഈ സംവിധാനങ്ങളെ കാണണമെന്ന് അന്ധവിശ്വാസികളായ അന്നാട്ടിലെ ഭരണകൂടം തിട്ടൂരമിട്ടു. പരിണിത ഫലമായിട്ട് തങ്ങൾ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നാഗങ്ങളെ കാവലിരുത്തിക്കൊണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കനത്ത ഫീസ് ഈടാക്കിക്കൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വൈദ്യശാസ്ത്രം അവിടെ വളർന്നു. തൊട്ടടുത്ത മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെന്നാൽ അവിടെ ഒരു പ്രതിമ കാണാം. കോട്ടയത്തുണ്ട്, തിരുവനന്തപുരത്തുകൊണ്ട് മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ ഒരു മനുഷ്യൻ്റെ പ്രതിമ കാണാം. ഹിപ്പോക്രാറ്റസ് എന്ന പേര്. അയാൾ ഇവിടുത്തുകാരനായിരുന്നു. ആ ഏതൊരു ഡോക്ടറും ഈ ഓത്തെടുത്തുകൊണ്ട് ഈ പ്ലഡ്ജ് എടുത്തുകൊണ്ട് വേണം ഡോക്ടറാകാൻ. MBBS പാസ്സാകുന്നൊരു കുട്ടി ഇപ്പോഴും ഈ ആധുനിക ചികിത്സാരംഗം ഇത്രയും വളർന്നിട്ടും ഹിപ്പോക്രാറ്റസിൻ്റെ സത്യപ്രതിജ്ഞ ചെയ്ത് വേണം ഈ സ്റ്റെതസ്കോപ്പ് കയ്യിലെന്താൻ. മറ്റൊരു കാര്യം കൂടി പറയാം. ഈ സ്ഥലത്താണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പഴയ രൂപം. ആ പഴയ രൂപം അത് പാമ്പുമായി കൂടി ബന്ധപ്പെട്ടതാ, മന്ത്രങ്ങളുമായി കൂടി ബന്ധപ്പെട്ടതാ. ഇന്നും അത് മാറുന്നില്ല. നിങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ലോഗോ പരിശോധിക്കുക, അല്ലെങ്കിൽ ഇതുവഴി പോകുന്ന ഒരു ആംബുലൻസിൻ്റെ ആ ആംബുലൻസിൽ പതിപ്പിച്ചിരിക്കുന്നൊരു ലോഗോ നോക്കുക. ഒരു പാമ്പും വടിയും നിങ്ങൾക്ക് കാണാം. എവിടെ നിന്നുണ്ടായി? പണ്ട് 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 പെർഗമോസിൽ രൂപപ്പെട്ടു വന്ന ആധ്യാത്മികത ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് വഴിമാറിയ ആധുനിക കാലത്തും അതിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാതെ നിൽക്കുന്നൊരു കാഴ്ച കാണാം. എന്തിനാ ഇത്രയും പറഞ്ഞെന്നറിയണ്ടേ? പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാ. ക്രമേണ ജനങ്ങളുടെ ഭക്തി വർദ്ധിക്കാൻ ഈ നാഗത്തെ അവിടെ ഉള്ള ആളുകൾ ആരാധിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, 800 അടി ഉയരം വരുന്ന ബഹുനിലകളോടുകൂടിയ ഒരഗ്രം മലയിൽ ചെന്ന് സ്പർശിക്കുന്ന, കാരണം ഉയരത്തിലുള്ള മലയുടെ താഴെ നിന്ന് മുതൽ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി മുകളിലേക്ക് എത്തിക്കുന്ന ഒരു പടുകുറ്റൻ ദേവാലയം ഈ നാഗദേവന് വേണ്ടി ഒരുങ്ങി. ആ ദേവൻ്റെ പേര് അസ്ക്ലയോപ്പയസ് എന്നായിരുന്നു. ആ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്കിക്ക്. ഇല്ല, ഇനി ബാക്കി പറയാമല്ലോ. അസ്ക്ലയോപ്പയസ്. ഈ അസ്ക്ലയോപ്പയസിൻ്റെ ചിത്രമാണ് മെഡിക്കൽ കോളേജിലെ കുഞ്ഞുങ്ങളുടെ ഈ അവരുടെ ഫയലിലും നമ്മൾ ചീട്ടെടുക്കുമ്പോഴൊക്കെ കാണുന്ന ആ പാമ്പും വടിയില്ലേ, ഇതന്നെ കക്ഷി. ഇത് സാത്താന്യ ചിന്തകളുടെ പ്രതിരൂപമായി കണ്ട് ആളുകൾ ഇതിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോൾ ഭയന്നു. ചിലർ പണമെറിഞ്ഞു, ചിലരവിടെ ചെന്ന് തെറ്റുകൾ ഏറ്റുപറഞ്ഞു. ക്രമേണ ഇതിന് മറ്റൊരു രൂപം കൈവന്നു. ഈ ഗ്രന്ഥച്ചുരുളുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ഇരുണ്ട ഇടനാഴി. ആ ഇടനാഴിക്കുള്ളിൽ ധാരാളം സർപ്പങ്ങളെ വളർത്തിയവർ. നിങ്ങൾ അവിടേക്ക് ചെന്നാൽ രോഗശാന്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാഗദേവതകളെ പൂജിച്ചുകൊണ്ട് ഇതിനകത്ത് ഒരു ദിവസം കഴിച്ചു കൂട്ടണം. അങ്ങനെ കഴിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത്, ഇവ വന്ന് തങ്ങളെ ഒന്ന് തലോടിപ്പോകണം, ദേഹത്തൊന്ന് ഇഴയണം. നമ്മളൊക്കെ എന്താഗ്രഹിക്കുന്നു? നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്. എന്തെന്നാണ്? പാമ്പ് വന്ന് ദേഹത്തൊന്ന് ഇഴഞ്ഞാൽ രോഗസൗഖ്യം കിട്ടുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു അവിടെ. മനസ്സിലായോ?
ഞാൻ ഈ പാമ്പെന്ന് ഒത്തിരി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പാമ്പിൻ്റെ പേര് ഇപ്പോൾ അതിഥി എന്നായല്ലോ. പാമ്പിനെ പോളിക്കേണ്ട എങ്ങനെ? അതിഥി. പണ്ടൊക്കെ നമ്മൾ ചർച്ചിൽ പറയാറുണ്ട് നമുക്കൊരു അതിഥി ഉണ്ട്. ഇപ്പോൾ അത് പറയില്ല. അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെസ്ക്യൂവിന് ആളിനെ വിളിക്കും, ഓഫീസേഴ്സ് വരും, വിഷയമാവും അല്ലേ. പേരൊക്കെ മാറിപ്പോയി കാലം കഴിഞ്ഞപ്പോൾ. അതൊക്കെ പോട്ടെ. ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു സുപ്രധാന കാര്യം പറയാനാ. ഒരല്പം കൂടെ എഫക്റ്റ് തന്നാലും കൊള്ളാം കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ടോ? അതാ ഇവിടെ അല്ലേ. തിരുവനന്തപുരത്ത് വരുമ്പോഴുള്ള വലിയൊരു സന്തോഷമാണ് ഈ സൗണ്ട് വർക്ക്. ഞാൻ ഇവിടുന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പാട്ടും സൗണ്ടും ഒക്കെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. അപ്പോൾ മതി. അസ്കലോപ്പയസിനെ പൂജിച്ച് ആരാധിച്ചു പോരുന്ന ഒരു പറ്റം മനുഷ്യർ. ഒരിടത്ത് സാംസ്കാരിക കേന്ദ്രം, അപ്പുറത്ത് മാറി ഇവയോട് പൂജ കട്ടുന്ന ഒരു സ്ഥലം. ബൈബിളിൽ പാമ്പുകൾ പാപത്തിൻ്റെയും ചതിയുടെയും പൈശാചിക പ്രവൃത്തിയുടെ സിമ്പലാണ്, പ്രതീകമാണ്. ഉൽപ്പത്തി വിളിച്ചത് പാമ്പ്, വെളിപ്പാട് വിളിച്ചത് പഴയ പാമ്പ്, പിശാചും സാത്താനുമായ പഴയ പാമ്പ്. പെർഗമം സിറ്റിയിൽ ഉയരമുള്ള മലമുകളിൽ 800 അടി ഉയരത്തിൽ ലോകത്തിലാർക്കും കാണാൻ കഴിയും വിധം സജ്ജീകരിച്ചിരുന്ന അസ്ക്ലയോപ്പയസിൻ്റെ മനോഹരമായ ഈ ആരാധനാലയത്തിൻ്റെ ചുറ്റും ആളുകൾ തടിച്ചുകൂടും, ഈ നാഗദേവനെ ആരാധിക്കും. ഈ പരിസ്ഥിതി സംജാതമായപ്പോൾ അതിന് ചക്രവർത്തി ധാരാളം പണം കൊടുത്തുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും ഈ ആരാധന ശക്തിപ്പെട്ടപ്പോൾ നാടിൻ്റെ കൂടെ ഒരു നിയമമായി മാറി. ഇതുവഴി യാത്ര ചെയ്യുന്ന ഏതൊരാളും, ഇവിടെ ജീവിച്ചിരിക്കുന്ന ഏതൊരാളും, ഇതുവഴി വരുന്ന ഏതൊരാളും ഈ ദേവാലയത്തിൻ്റെ അരികിലെത്തിയാൽ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ അത് പെട്ടുപോയാൽ അപ്പോഴേ ഈ നാഗപൂജ നിർവഹിക്കണം. നിയമമാണ്. അത് കഴിഞ്ഞാലുടൻ ചക്രവർത്തിയെ സ്തുതിക്കണം. ഈ 2 നിബന്ധനകൾ നിലനിൽക്കുന്ന നാട്ടിൽ നമ്മുടെ ഒരു സഭ രൂപപ്പെട്ടു എന്ന് മനസ്സിലായോ? റിസ്ക് എന്താന്ന് കേൾക്കാൻ എളുപ്പമാണ്. എന്താ പ്രശ്നം? ഇവയോടൊന്നും നമുക്ക് ബഹുമാനക്കുറവില്ലെന്ന്. നമ്മുടെ സഹോദരങ്ങൾ പോകുന്ന സ്ഥലമല്ലേ, എന്തിനാ ബഹുമാനം കുറയുന്നത്? അതവിടെ നടക്കട്ടെ. പക്ഷേ ബഹുമാനമുണ്ട്. ഇവയോടല്ല, അവിടെ പോകുന്ന മനുഷ്യരോട്, നമ്മുടെ സഹോദരങ്ങളാണ്, പ്രശ്നമൊന്നുമില്ല. ആദരവുണ്ട് നിങ്ങളോട്. പക്ഷെ ആരാധിക്കാൻ വയ്യ. ജീവിതത്തിൽ ഞങ്ങൾ ആരാധിക്കുമെങ്കിൽ സൃഷ്ടാവിനെ മാത്രം. ഹല്ലേലൂയ. സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുമെന്ന് പ്രതിജ്ഞാബദ്ധരായ ഞങ്ങൾ ആ ചിന്തയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നു എന്ന ചിന്തയുടെ കാരണം ഉലകത്തോട് വിശദീകരിക്കുന്ന സന്ദേശത്തിൻ്റെ പേരാണ് സുവിശേഷം. ആ സുവിശേഷം അരക്കുട്ടുറപ്പിച്ച് പറയുന്ന ഒരു സന്ദേശം ഇതാണ്: മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം. ഈ നാമം പ്രസംഗിച്ചുകൊണ്ട്, ഈ നാമം പഠിപ്പിച്ചുകൊണ്ട് പെർഗമം എന്ന സ്ഥലത്ത് കാലങ്ങൾക്കപ്പുറത്ത് ഒരു സഭ രൂപപ്പെട്ടിരിക്കുന്നു. ആ സഭയിൽ അംഗസംഖ്യ അധികമില്ല. ആ സഭയ്ക്ക് വേണ്ടത്ര വരുമാനമില്ല. ആ സഭയിൽ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായി ശ്രദ്ധിക്കാൻ ഒരു രാഷ്ട്രീയ പിൻബലമില്ല. പക്ഷേ ഈ സഭയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നസ്രയനായ യേശു പറയുക, എങ്കിലും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചത് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഭക്തന്റെ കരുത്ത് സാമുദായികമായ പിൻബലത്തിലല്ല, രാഷ്ട്രീയ പിൻബലത്തിലല്ല, സാമ്പത്തികമായ ശക്തിയിലല്ല, പ്രതിമാസ ശമ്പളത്തിലല്ല, ആരെങ്കിലും നൽകുന്ന നന്മയിലല്ല. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു. ആ നാമം മുറുകെ പിടിക്കാൻ ഈ രാത്രി ആര് ഹൃദയംഗമായി അടുത്ത് ചെല്ലും? സൗണ്ടിന് എന്തൊക്കെയോ ഒരവാഗത പോലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ വരുമ്പോൾ അത് പതിവുള്ളല്ല, ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാകുന്നു ഈ പെർഗമോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നിലനിന്നിരുന്ന പരിസ്ഥിതിക്ക് നടുവിൽ പ്രാർത്ഥനാ നിർഭരം ഒരു സഭ അങ്ങോട്ട് ശക്തിപ്പെട്ടു. ഒരു കാര്യം ഉറപ്പാ,
അദൃശ്യ ലോകത്തിലെ ഇത്തരം ദുഷ്ടശക്തികൾ വാസ്തവത്തിൽ മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ട് മാനവരാശിയെ മുഴുവൻ തകർത്ത ഏതന്യ ജീവിതത്തിൽ പണ്ട് ആദം ഹൗവമാർക്ക് അവരുടെ ആത്മീക ജീവിതത്തിന് വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് പാപസംബന്ധമായ പ്രവൃത്തികളിലേക്ക് മനുഷ്യരാശിയെ മുഴുവൻ തള്ളിവിട്ട് അവരുടെ തേജസ് നഷ്ടപ്പെടുത്തി, അവരുടെ ഏതന്യ ജീവിതാവസ്ഥകൾ നഷ്ടപ്പെടുത്തി, അവർ നിരാകരിക്കപ്പെട്ട ഇടത്ത് ഇതാ പെർഗമോസ് ഒരു ബദൽ ചിന്തയായി അപ്പുറത്ത് നിൽക്കുന്നു. അത് പെർഗമോസിൽ മാത്രമല്ല, ലോകത്തിന്റെ പലയിടങ്ങളിൽ അസ്കലോപ്പയസ് സൗഖ്യത്തിന്റെ നാഥനായി നിൽക്കുമ്പോൾ മറുവശത്ത് തിരുവെഴുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ബദൽ നമ്മളും അവതരിപ്പിക്കുന്നു. ഇതാ ഗിലയാദിൽ ഒരു വൈദ്യൻ, ഗിലയാദിൽ വൈദ്യനില്ലയോ, അവിടെ സുഗന്ധ തൈലമില്ലയോ? ആ സുഗന്ധ തൈലത്തിന്റെ വിപണിയാണ്, വിതരണമാണ് സുവിശേഷമെങ്കിൽ സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ നസ്രായനായ യേശു വന്ന ഗിലയാദിലെ വൈദ്യൻ നമ്മുടെ ജീവിതത്തിന്റെ സമാശ്വാസമായി, നമ്മുടെ ജീവിതത്തിന്റെ അഭിമാനമായി, നമ്മെ തൊട്ടുണർത്തുന്നവനായി ഈ രാത്രി നമ്മുടെ മധ്യേ നടകൊള്ളുന്നുണ്ട്. ഏത് അശുദ്ധാവസ്ഥയിലും ഏത് പരാജയാവസ്ഥയിലും നമ്മെ സഹായിക്കാൻ കഴിയുന്ന ആ ദൈവസാന്നിധ്യം പുതിയ വിടുതലാകട്ടെ, പുതിയ അനുഭവമായി തീരട്ടെ. നമുക്ക് യേശുവോട് ചേർന്ന് നടന്ന് ആ ബലമൊന്ന് ആർജിച്ചെടുക്കാം. കർത്താവേ, അടിയനെ ഒന്ന് തൊടണമേ, അടിയനെ ഒന്ന് തൊടണമേ. ഇതിനിടയിൽ പെർഗമോസിലെ അസ്ക്ലെയോപ്പയസ് എന്ന നാഗദേവന്റെ ദേവാലയത്തിൽ ചെന്ന് ഇത്തരം പാമ്പുകളുടെ കൂടാരത്തിൽ അഭയം പ്രാപിച്ച മനുഷ്യർ പലരും മരിക്കും. മരിച്ച കേസൊന്നും ഇല്ല, ഇന്നല്ലല്ലോ കാലം. മരിച്ചു പോകുന്ന മനുഷ്യരെ കുറിച്ച് അവർ ധരിച്ചത് അവരെ അസ്ക്ലെയോപ്പയസിൻ്റെ ഈ ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളായകയാൽ പെട്ടെന്ന് അവരെ സ്വർഗത്തിലെടുത്തെന്നാണ്. മനസ്സിലായില്ല? അപ്പോൾ പിന്നെ ചത്താലും പ്രശ്നമില്ല, വിഷയമൊന്നുമില്ല. ചാകുന്നത് പുണ്യമാണ്. ഇതിൻ്റെ ദംശനമറ്റ് മരിക്കുന്നതെന്തോ പുണ്യമാണ്, അതിനെ പൂജിക്കുന്നതെന്തോ പുണ്യമാണ്. ഇന്ന് നമ്മുടെ എല്ലാം മാനസികാവസ്ഥയിൽ നിന്ന് ആ ഒരു നിലയിലേക്ക് പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. അത് ഭയക്കേണ്ട ജീവിയല്ലെന്നും അതിനെന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്നും അത് നമ്മളെ കണ്ടാൽ ഇങ്ങനെ നിൽക്കുകയാണെന്നും അത് വെറുതെ അവിടെ നിന്നിട്ട് പോവുകയാണെന്നും ഒക്കെ പറഞ്ഞ് ഒത്തിരി കഥകൾ ഇന്ന് കേൾക്കാം. കുട്ടികൾ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നശിപ്പിക്കുക, അങ്ങനല്ലേ? ഇതെല്ലാം കയറി നശിപ്പിക്കുക. ആന വാഴയും പ്ലാവൊന്നും വെക്കുന്നില്ല. ആനയുടെയൊക്കെ എണ്ണം പെരുകി, മനുഷ്യനെ കൊല്ലുകയാണത്. മറ്റ് ജീവജാലങ്ങളുടെ എണ്ണം പെരുകി. ഈ കാഴ്ചപ്പാടുകളിലൊക്കെ മാറ്റം ഉണ്ടാകണം. ഇനി വരുന്ന ഭരണാധികാരികൾ ഇത്തരമൊക്കെ വാഗ്ദാനം കൊണ്ട് അങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ പ്രാണനെ സംരക്ഷിക്കണം. അതിന് വല്ലതും ഉണ്ടോ? മനുഷ്യൻ്റെ പ്രാണൻ സുപ്രധാനമാണെന്ന്. ഈ വിഷജീവികളിൽ നിന്നൊക്കെ മനുഷ്യൻ്റെ പ്രാണൻ സുപ്രധാനമാണ്. അവയെ നിങ്ങൾ കൊണ്ടുപോയി എവിടെയും വളർത്ത്. ഞങ്ങളുടെ മുൻ MLA, എൻ്റെ സ്നേഹിതൻ, ഞങ്ങൾ 2-3 നാട്ടുകാരാണ്. മുൻ MLA PC ജോർജായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു വലിയ വിഷയം ഉണ്ടായി, ധാരാളം തെരുവ് നായ്ക്കൾ. അപ്പോഴാണ് ഈ മനേകാ ഗാന്ധി ഈ തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്കൊരു 5-6 തീവണ്ടി ബുക്ക് ചെയ്തിട്ട് ഇതിനെല്ലാം കയറ്റി അങ്ങോട്ട് വിടാം, അവർ കൊണ്ട് വളർത്തട്ടെ. ഈ പേപ്പട്ടിയെല്ലാം കൂടെ ഇതെന്തിനാ പറഞ്ഞറിയണ്ടേ? നായ്ക്കൾ, നാഗങ്ങൾ, ആനകൾ, ഇതൊക്കെ ആവശ്യത്തിന് വേണം. ഇതൊക്കെ മനുഷ്യന് പ്രകൃതി നിലനിൽക്കാൻ ഇതൊക്കെ വേണ്ടെന്നൊന്നും അഭിപ്രായമില്ല. പ്രകൃതിയെ ഏറ്റവും അധികം സംരക്ഷിക്കുന്ന മനുഷ്യനാണ്. മനുഷ്യൻ അവൻ്റെ ആഹാരത്തിന് ആവശ്യമുള്ളത് എടുക്കുന്നത്, നശിപ്പിച്ച് കളയുന്നില്ല, പുതിയത് പ്ലാന്റ് ചെയ്യുക. കാരണം മനുഷ്യനാണ് സൃഷ്ടിയുടെ മകുടം. മനുഷ്യനാണ് ഈ ജീവജാലങ്ങളുടെയൊക്കെ നിയന്ത്രണത്തിന്, പരിപാലനത്തിനും തയ്യാറെടുക്കുന്നത്. മറ്റേയൊക്കെ നാച്ചുറലാണ്. അതായത് നമ്മുടെ ലീ ചാറ്റ്ലിയർ എന്ന പേരുള്ള ഒരു ഭൗതിക ശാസ്ത്രജ്ഞനുണ്ടല്ലോ, ചില കുട്ടികൾ ലേ ഷാറ്റ്ലിയർ എന്നാണ് പറയുക. അദ്ദേഹം പറയുന്നൊരു സിദ്ധാന്തമുണ്ട്. ലീ ചാറ്റ്ലിയൻ തിയറി എന്താണെന്ന് അറിയണ്ടേ? പരിസ്ഥിതി ഘടകങ്ങളുടെ മാറ്റം മുഖേന നമ്മുടെ ഈക്വലിബ്രിയം തകരുമ്പോഴൊക്കെ പ്രകൃതി പുതിയ പുതിയ ഈക്വലിബ്രിയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. പുതിയ പുതിയ സന്തുലിതാവസ്ഥ അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അത് നാച്ചുറലാണ്, അത് പ്രകൃതിദത്തമാണ്. മനുഷ്യൻ ചെയ്യുന്ന ഈ കൃത്രിമമായ ഏർപ്പാടുകളല്ല. ഇവിടെ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? പെർഗമം ഉയർത്തിയത് ദൈവസന്നിധി ജീവിച്ചിരുന്ന മനുഷ്യരെ, ആ മനുഷ്യർക്ക് കൊടുത്തിരുന്ന ജീവിത സൗകര്യങ്ങൾക്കപ്പുറത്ത് ഏറ്റവും നിഷിദ്ധമായ, ഭീകരമായ ജീവജാലങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ചികിത്സാ സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ദേവാലയങ്ങൾ ഭയജനകമായ പ്രതിസന്ധി സമൂഹത്തിന് സൃഷ്ടിച്ചപ്പോൾ നോക്കണം, ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, ഇത്തരത്തിലെ ദുരാചാരങ്ങൾക്ക്, അനാചാരങ്ങൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക് തടയിടാൻ കെൽപ്പുള്ള ഉലകത്തിലെ ഉജ്ജ്വലമായ സിദ്ധാന്തത്തിന്റെ പേരാണ് സുവിശേഷം. എല്ലാത്തരം
അജ്ഞതയോടും അന്ധവിശ്വാസങ്ങളോടും കലഹിച്ചുകൊണ്ടാണ് സുവിശേഷം അതിന്റെ ആധിപത്യം ലോകത്തിന്റെ 5 വൻകരകളിലും സ്ഥാപിച്ചതെങ്കിൽ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നു, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ ദൈവപുത്രന്റെ മടങ്ങിവരവിൽ അവന്റെ രാജ്യത്തിൽ വിശ്വസിക്കുന്നു. അതിന് പുറത്തുള്ള വിശ്വാസധാരകളെ, കാഴ്ചപ്പാടുകളെ, മാനവീയ വിരുദ്ധമായ ചിന്തകളെ, അന്ധവിശ്വാസങ്ങളെ ഒക്കെ ദൂരീകരിച്ചുകൊണ്ട് മനുഷ്യനെ പരിഷ്കൃതിയുടെ ആധുനികമായൊരു ബോധത്തിലേക്ക് നയിക്കാൻ സുവിശേഷമാണ് ഇടപെട്ടത്. അതിവിടെ മാത്രമല്ല, ലോകത്തിന്റെ സകല മണ്ഡലങ്ങളിലും സുവിശേഷം അതിന്റെ കൃത്യമായ ഇടപെടലുകൾ അന്ന് നടത്തുന്നത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ രാത്രി വചനം പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ കേവലമായ ആത്മരക്ഷയുടെ ഒരു ദൂത് എന്നത് മാത്രമല്ല ഈ പറയുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സമഗ്രമായ മാറ്റത്തിന് ഹേതു യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിന്റെ പവിത്രത, അതിന്റെ മഹനീയത, അതിന്റെ സത്യസന്ധത, അതിനെ ഈ രാത്രി ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം പറയട്ടെ: മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠനാമം. ഹല്ലേലൂയ. ഇത് പറയാൻ ഒരു കാര്യമുണ്ട്. ഞാൻ വികാസനം ഓർമ്മപ്പെടുത്തിയല്ല, ഈ ഡിബേറ്റുകളെ കുറിച്ചൊന്നും ഇങ്ങനെ പ്രസംഗിക്കാറില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് ആരോടും പിണങ്ങിയൊന്നും ചെയ്യുന്ന കാര്യമല്ല. തന്നെയല്ല, ഞങ്ങൾ മുൻകൈ എടുത്താൽ ഇതൊന്നും ചെയ്യുന്നു. ഞങ്ങളെ ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിക്കുമ്പോൾ പ്രതിവാദം പറയാൻ പോകുന്നതാണ്. ഇപ്പം ഞങ്ങളും ഇത്തരം പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്യാറുണ്ട്, ആരും വരാറില്ല. എന്നോട് അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു, ഇപ്പോൾ ഡിബേറ്റ് ഒന്നും ഇല്ലേ? ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് സമൂഹഗാനം പാടാൻ പറ്റുമോ? പറഞ്ഞു, പറ്റില്ല. എത്ര ശ്രമിച്ചാലും ഒറ്റയ്ക്ക് സമൂഹഗാനം പാടാമോ? ഇല്ല. ഒറ്റയ്ക്ക് ഗ്രൂപ്പ് ഡാൻസും കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആരും വരുന്നില്ല. ഇപ്പോൾ ഞങ്ങളിവിടെ നിൽപ്പുണ്ട്, എങ്ങും പോയിട്ടില്ല. എന്താണെന്നറിയണ്ടേ? സുവിശേഷം സ്ഥാപിച്ചതും അതിൻ്റെ ഉപദേശങ്ങളുമെല്ലാം പണ്ടുകാലം മുതലേ തുടങ്ങിയ സംവാദങ്ങളാണ്. 3 പ്രധാന സംവാദകർ ബൈബിളിലുണ്ടായിരുന്നു. ഒരാൾ അപ്പല്ലോസാണ്, ഒരാൾ പൗലുസാണ്, ഒരാൾ ബർന്നവാസാണ്. 3 പേരും 3 തരത്തിലാണ്. അതിലൊന്ന് അപ്പല്ലോസ്. ഓരോരുത്തരെടുത്താൽ ഒരുവനെക്കുറിച്ച് പറയാ, അവൻ അവരെ മിണ്ടാതാക്കി. ഒരാളുടെ ശൈലി മിണ്ടാതാക്കും എതിരാളിയെ. അടുത്ത ആൾ വന്നിട്ട് പറയാണ്, അവരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഒരുതം മിണ്ടാതാക്കി, പിന്നാലെ വന്നാൾ ഖണ്ഡിച്ചു കളഞ്ഞു. ഇനി ഒരാൾ വന്നിട്ട് ക്രിസ്തു തന്നെ ദൈവപുത്രനെന്ന് തെളിയിച്ചു. എൻ്റെ സഹോദരൻ അനിൽകുമാർ അയ്യപ്പനും രാഹുൽ ഈശ്വറുമായിട്ട് തിരുവനന്തപുരത്ത് ഈ ആഴ്ച ഒരു ഡിബേറ്റ് ഉണ്ട്. ഞങ്ങളെല്ലാം ദൈവം ഏൽപ്പിച്ചൊരു ജോലി ഇതാണ്. ഞാനും പണ്ട് രാഹുൽ ഈശ്വറുമായി 5 മണിക്കൂർ നീണ്ടു നിന്നൊരു ഡിബേറ്റുകൾ കണ്ടാണ്. രസകരമാണത്. അതിൽ ഒരു കാര്യം പറയാതെ വയ്യ. ചിലയിടത്ത് പറയുന്നൊരു കാര്യമാണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഇന്ത്യ പണ്ട് 600 ചെറിയ രാജ്യങ്ങളാണ്, നാട്ടുരാജ്യങ്ങളാണ്, പ്രിൻസ്ലി സ്റ്റേറ്റുകളാണ്. ചെറിയ രാജ്യങ്ങൾ, നാട്ടുരാജാക്കന്മാർ ഭരിച്ച സ്ഥലങ്ങളാണ്. ഈ നാട്ടുരാജാക്കന്മാർ ആധിപത്യത്തിന് വേണ്ടി തമ്മിലടിക്കുന്നു. ചെറിയ രാജ്യങ്ങൾ 600-ലധികം ഉണ്ട്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അനന്തരം ഇതിനെയൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ ഉരുക്ക് പട്ടേൽ എന്നൊക്കെ വിളിക്കുന്നത്, ആ നിശ്ചയദാർഢ്യം അങ്ങനെയാണ്. അപ്പോൾ അതുവരെ ഇതെല്ലാം ചെറിയ രാജ്യങ്ങളാണ്. 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ ഭാഗം ആകാതെ മാറി നിന്ന മനുഷ്യരാണ് നമ്മൾ മലയാളികൾ. നമ്മളല്ല അതിന് കാരണം. ഇവിടം ഭരിച്ചിരുന്ന ദിവാൻ സർ CP പറഞ്ഞു, ഞാൻ അങ്ങനെ ഇന്ത്യയുടെ ഭാഗമൊന്നും ആകുന്നില്ല. രാജാധികാരം തീർന്നു, ഇയാൾ ദിവാനാണ്, ചെന്നൈക്കാരൻ. ചെന്നൈയിൽ ഇപ്പോഴും സർ CPയുടെ റോഡുണ്ട്. സർ CP പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടില്ല, ഞങ്ങൾ ഇതൊരു സെപ്പറേറ്റ് രാജ്യമാക്കിയിട്ട് അമേരിക്ക പോലെ ഇത് കൊണ്ടുപോകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെ അമേരിക്ക ഭരിക്കുന്നു അതുപോലെ ഞാൻ ഈ തിരുവിതാംകൂർ കൊണ്ടുപോയിക്കോളാം, ഇതൊക്കെ നടത്തും, നിങ്ങൾ അങ്ങ് കേട്ടാൽ മതി. ഇയാൾ എന്ത് ചെയ്താൽ ചേരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇയാൾ മാത്രം ചേരാതെ വന്നപ്പോൾ കലാപം ശക്തിപ്പെട്ടപ്പോഴാണ് മണി എന്ന പേരുള്ളൊരു മനുഷ്യൻ ഈ പൊതുയോഗത്തിൽ ഇങ്ങനെ കേട്ടിരുന്നപ്പോൾ ആരോ പറഞ്ഞ്, ഈ സർ CP അങ്ങ് വകവരുത്തിയ പ്രശ്നം തീർന്നില്ല. അപ്പോൾ ഈ മണി ഒരു പാവം മനുഷ്യനായിരുന്നു, പക്ഷേ ഒരു ധൈര്യം സംഭരിച്ചു. സർ CP വരുന്ന വഴിക്ക് ഇങ്ങനെ കാത്തു നിന്ന്, ഈ ട്രിവാൻഡ്രത്ത് കിടന്ന കാര്യമാണ്, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മിണ്ടായിരിക്കുകയാണ്.
ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീശിക്കളഞ്ഞ് വാക്കത്തിക്ക് തലക്കിട്ട് വെട്ടിയ മൂക്കിനിട്ട് കിട്ടി. അങ്ങനെ സർസിപ്പിയുടെ മൂക്കങ്ങ് ചെത്തി. പിന്നെ സർസിപ്പി ഇതിലെ പോയിന്ന് കണ്ടില്ല. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ഭാഗമായത്. മനസ്സിലായില്ലേ? അങ്ങനെ സർസിപ്പിയുടെ മൂക്ക് വെട്ടിക്കൊണ്ടാണ് നമ്മളങ്ങോട്ട് ചേർന്ന ഇന്ത്യയുടെ ഭാഗമായത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് അതിനു മുമ്പ് 1600-കളിൽ വരുന്നുണ്ട്. ബംഗാളിലൂടെയാണ് വരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരും മുമ്പ് ഇന്ത്യയിൽ പിന്നെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ വേറെയുണ്ട്. ബ്രിട്ടീഷുകാരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേറെയുണ്ട്. പോർച്ചുഗീസുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്, ഡച്ചുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്. പിന്നീടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. ഈ കമ്പനികൾ ഓരോന്ന് വരിക. പക്ഷേ ഏറ്റവും ഒടുവിൽ കമ്പനി നമ്മുടെ നാട് വിട്ടുപോയതാരാന്നറിയണ്ടേ? ഏറ്റവും ആദ്യം വന്നവൻ ഏറ്റവും ഒടുവിലാണ് പോയത്. ഏറ്റവും ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ പോകുന്നത് എന്താണെന്നറിയണ്ടേ? 1961-ലാണ്, 47-ലല്ല. 47 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഒരു 14 വർഷം കൂടെ നമ്മുടെ നാട്ടിൽ തമ്പടിച്ചിട്ടാണ് 1961 നമ്മുടെ ഗോവയൊക്കെ ഇങ്ങോട്ട് ചേർന്നത്. നമ്മുടെ മാഹി ഉണ്ടല്ലോ, മയ്യഴിപ്പുഴ, അതൊക്കെ പറയുന്ന ആ സ്ഥലമെല്ലാം ഇങ്ങോട്ട് തീർന്നേ 61-ലാണ്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇവരൊക്കെ ഇന്ത്യയുടെ ഭാഗമാകുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ ഒരു കാര്യമാണ്, നല്ല സുഹൃത്താണ് നമ്മുടെ. അപ്പോൾ നിങ്ങൾ ആ ഡിബേറ്റ് കാണണം, ഓൺലൈനിൽ കിട്ടിയേക്കും. പറഞ്ഞു വന്നത് ലെഫ്റ്റനൻ്റ് അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവരിങ്ങോട്ട് വരിക. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സിറാജുദ്ദൗള എന്ന് പേരുള്ള ഒരു രാജാവ് ബംഗാളിൽ വരിക. അയാളെ തോൽപ്പിച്ചു വരുന്നു. ഇങ്ങനെ തോൽപ്പിച്ച് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല കരുത്തരായ സൈനിക ശക്തിയുള്ള രാജാക്കന്മാരുണ്ട്. പഴശ്ശിരാജയൊക്കെ മോശമല്ല. പഴശ്ശിരാജയും ടിപ്പു സുൽത്താനും എല്ലാം വലിയ ശക്തരാണ്. ഈ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിശ്വാസവും ആചാരമൊക്കെ ഇവിടെ നിലനിന്നിരുന്നു. ആ വിശ്വാസവും ആചാരമൊക്കെ നിലനിൽക്കുമ്പോൾ ഇവർ തമ്മിലും അടിക്കും. എങ്ങനെയാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ചെന്നെന്നറിയണ്ടേ? ബ്രിട്ടീഷുകാരുടെ കാര്യം പറഞ്ഞു വരുമ്പോഴേക്ക് നാട്ടിലെ ചില ആളുകൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് പറയാറുണ്ട്, നമ്മളാരാണ്ട് ഈ ബ്രിട്ടീഷുകാരെ ഫോൺ ചെയ്ത് വരുത്തിയ പോലെയാണ്. മനസ്സിലായില്ലേ? നമ്മളെല്ലാം ബ്രിട്ടീഷുകാരായിട്ട് എന്തോ ഒരു അടുപ്പമൊക്കെ ഉണ്ട്, നമ്മൾ കൊണ്ടുവന്ന അവരെ എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല, ഇവരെ കൊണ്ടുവന്ന ആരാന്നറിയണ്ടേ? പറയാം. ഇപ്പോൾ പഴശ്ശിരാജയും ടിപ്പുവും കൂടെ അടിക്കുക. അപ്പോൾ ടിപ്പുവിനെ തോൽപ്പിക്കാൻ പഴശ്ശിരാജയ്ക്ക് തന്നെ കഴിയില്ല എന്ന് കണ്ടാൽ പഴശ്ശിരാജ അപ്പോഴേ ബ്രിട്ടീഷുകാരെ കൂട്ടുവിളിക്കും. ബ്രിട്ടീഷുകാർക്കൊരു പരിപാടിയുണ്ട്. ഈ പഴശ്ശിരാജയെ തമ്മിൽ ഭിന്നിപ്പിച്ച പഴശ്ശിരാജയുടെ അമ്മാച്ചൻ അവിടെയുണ്ട്, കേരളവർമ്മയും പഴശ്ശിരാജ അമ്മാവനെയും മരുമോനെയും കൂടെ അടുപ്പിച്ചു. അവർ രണ്ട് ഭാഗത്തായി. അപ്പോഴാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്ക് എതിരായി. അതിനു മുമ്പ് അവർ വലിയ ലോഹ്യമാണ്. എന്തിനാണെന്നറിയണ്ടേ? ടിപ്പുവിനെ ഓടിക്കണം. ഇതാ കാര്യം. അപ്പം ടിപ്പുവിനെ ഓടിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പം ടിപ്പുവിനെ അമക്കി കഴിഞ്ഞപ്പോൾ, അമർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ എൻ്റെ പഴശ്ശിരാജയ്ക്കെതിരായി. അപ്പോൾ പഴശ്ശിരാജയുടെ നല്ല കരുത്തരായ സൈനികരൊക്കെ ഉണ്ട്. അതിൻ്റെ സ്മാരകമൊക്കെ ഞാൻ വയനാട്ടിൽ പോയി അടുത്ത കാലത്തും കണ്ടു. അപ്പോൾ ശക്തിമത്തായ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല പടയാളികളുണ്ട്. നമ്മുടെ നാട്ടിലെ പടയാളികളുടെ ഒരു പ്രത്യേകത, ഈ പട്ടാളമല്ല, അന്നത്തെ പട്ടാളം നല്ല ആയോധന കല പഠിച്ചവർ. ആയോധന കല എന്ന് പറഞ്ഞാൽ അഭ്യാസം പഠിച്ചവരാണ്. ഒരുത്തൻ തന്നെ ഒരു 10, 18, 20 പേരെ അടിച്ചിടും. അതുപോലത്തെ പരിപാടിയാണ്. വാള് കൊണ്ടൊക്കെ വാൾപ്പയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കലയാണ്. ആരും നോക്കി നിൽക്കി. ഇന്നും അതിനുണ്ടൊരു ശ്രേഷ്ഠത. അതിന് നിയമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമുക്കറിയില്ലെന്നേ ഉള്ളൂ. ചുമ്മാ കയറി ഇങ്ങനെ വീശിയ അത് വാൾപ്പയറ്റാവില്ല, അല്ലെങ്കിൽ വടിപ്പയറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ്, യുദ്ധത്തിന് മുമ്പ് നമ്മുടെ നാട്ടിലൊരു കാര്യമുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ജോലിസിനെ വിളിച്ച് സമയം നോക്കണം, യുദ്ധം തുടങ്ങാൻ. പുള്ളി പെർമിഷൻ തരും. ഏതായാലും പെർമിഷൻ കൊടുത്തു, യുദ്ധം തുടങ്ങാൻ പോവാണ്. രാഹുകാലം നോക്കണം, ഗുളികോദയം നോക്കണം, ഇതെല്ലാം ഡിക്ലെയർ ചെയ്തത്. രാഹുവും കേതുവും ഗുളികനും ഒക്കെ ഉദിച്ചോന്നൊക്കെ നോക്കി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാലുടൻ എതിരാളി ഒന്ന് വണങ്ങണം. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ അപ്പുറത്തൊരുത്തം നിൽക്കുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞു ചെവിക്കുറ്റിക്ക് ഒരെണ്ണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് വേറൊരു രാജ്യത്തും ഇല്ല ഇങ്ങനത്തെ ഇത്രയും മര്യാദ. എന്തുകൊണ്ട്? സന്തോഷമായിട്ടിരിക്കണം. ഇരിക്കട്ടെ ഒരെണ്ണം. ഇതാണല്ലോ അതിൻ്റെ ഒരു ആധുനിക വേർഷൻ അല്ലേ? രണ്ടുപേരും അടിവെക്കുന്നതിന് മുമ്പ് എതിരാളിയെ വണങ്ങണം. എതിരാളിയെ വണങ്ങി, ഭൂമിയെ വണങ്ങി, സൂര്യനെ വണങ്ങി, മാതാപിതാക്കളെ ഓർത്തു, ഗുരുക്കന്മാരെ ഓർത്തു. അങ്ങനെ ഈ ഓർമ്മയെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇടത് കാല് വെച്ചു, വലത് കാല് വെച്ചു എന്നൊക്കെ പറയുമല്ലോ. എന്നിട്ട്
സിംഹത്തഞ്ചം പിടിച്ചു. സിംഹം ആക്രമിക്കാൻ ഒരുമ്പെടുന്ന പോലെ സിംഹത്തഞ്ചം പിടിച്ച് ഗജവടിവിൽ നിവർന്ന്, എന്ന് വെച്ചാൽ ആന ആക്രമിക്കാൻ വരുന്ന പോലെ നിവർന്ന് പരിപാടി അങ്ങോട്ട് തുടങ്ങി. പക്ഷെങ്കിൽ കുറച്ചു നേരം ഇതൊക്കെ നോക്കി നിന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സായിപ്പ് തോക്കെടുത്തങ്ങ് കാച്ചി. മനസ്സിലായില്ലേ? ഇന്ത്യ മുഴുവൻ അവൻ്റെ കയ്യിലിരുന്നു. സിംഹത്തഞ്ചം എന്തുവാന്ന് അവനറിയോ? ഇല്ല. ഗജവടിവിൽ നിവരാൻ അവനറിയോ? ഇല്ല. രാഹുകാലം അവനറിയോ? ഇല്ല. ഗുളികോദയം അവൻ എന്താന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗുളികൻ എന്താ, സിംഹത്തഞ്ചം എന്താണെന്നറിയാത്തവൻ തോക്കെടുത്ത് കാച്ചി ഇന്ത്യ മുഴുവൻ അവൻ പിടിച്ചു. എന്നിട്ടിപ്പം നമ്മൾ പറയാണ്, നമ്മളെ നോക്കിയിട്ട് പറയാം, നമ്മളിത് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. നമ്മളരാണ്ട കൊടുത്തേ ആണോ? ഇല്ല. അങ്ങനെ ഇന്ത്യ മുഴുവൻ അവൻ പിടിച്ചു, അവൻ്റെ കയ്യിലായി. പക്ഷെ ഒരു കാര്യം, പെർഗമം എങ്ങനെ സാത്താന്യാധിപത്യത്തിന് കീഴിലായോ, ആ സാത്താന്യാധിപത്യത്തിന് കീഴിൽ കിടന്ന പെർഗമത്തിൽ സുവിശേഷകരെങ്ങനെ ചെന്നുപറ്റി ആ നാടിൻ്റെ ചിത്രം മാറ്റിവരച്ചോ, അതുപോലെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം വരുമ്പോൾ ആ ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കാൻ വന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ ഈ രാജ്യത്തിലേക്ക് പുസ്തകവുമായി വന്ന സുവിശേഷ പ്രവർത്തകരുണ്ട്. അവരൊരു തരി മണ്ണും കൊള്ളയടിച്ചില്ല, ഒരു പിടി കുരുമുളകും കൊണ്ടുപോയില്ല, ഈ നാട്ടിൽ നിന്നൊന്നും അപഹരിച്ചില്ല. ലണ്ടനിൽ, ജർമ്മനിയിൽ, അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ഭൂമി വിറ്റ്, അവരുടെ സ്വത്തുക്കൾ വിറ്റ് ഈ രാജ്യത്തിൽ വന്ന് ഇവിടെയുള്ള ഭൂപ്രദേശങ്ങൾ വിലയ്ക്ക് വാങ്ങി കലാലയങ്ങൾ പടുത്തുയർത്തി. ആ കലാലയങ്ങളിൽ ജാതിമത വർണ്ണവർഗ ഭേദമന്യേ എല്ലാത്തരം മനുഷ്യരെയും പഠിപ്പിക്കാനിരുത്തിക്കൊണ്ട്, പള്ളിയോട് ചേർത്ത് ചാർത്തുണ്ടാക്കി പള്ളിക്കൂടങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ട്, പഠിക്കാൻ ഒരുമ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ലിപികൾ ഉണ്ടാക്കി, അക്ഷരങ്ങൾ വാർത്തുണ്ടാക്കി, പഠിക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നിഘണ്ടു ഉണ്ടാക്കി, വ്യാകരണ പുസ്തകങ്ങൾ ഉണ്ടാക്കി. ഈ രാജ്യത്തിലെ എല്ലാത്തരം മനുഷ്യർക്കും അത് പഠിക്കാൻ സാർവത്രിക അവകാശം കൊടുത്തുകൊണ്ട് ആധുനിക ഇന്ത്യയെ നിർമ്മിച്ചത് ഇന്ത്യയിലേക്ക് സുവിശേഷത്തിന് വേണ്ടി വന്നിറങ്ങിയ യേശുവിന്റെ അനുഗാമികളാണ്. പെർഗമോസിനെ എങ്ങനെ സുവിശേഷം മാറ്റിമറിച്ചുവോ, ഇതിന്റെ മറ്റൊരു രൂപത്തിൽ ഈ രാജ്യത്തിലും സുവിശേഷം അതിന്റെ പ്രവൃത്തി കൃത്യതയോടെ ചെയ്തെങ്കിൽ ആ സുവിശേഷം ഈ നാടിനെയും മാറ്റാൻ കാലമിതാ ഏറ്റവും സമാഗതമായി എന്ന സത്യം വീണ്ടും വിളംബരം ചെയ്ത് ഓതുവാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നു. ആ സുവിശേഷത്തിന്റെ മഹിമ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ സ്ഥാപനമാണെങ്കിൽ അതൊരക്ഷരാർത്ഥ രാജ്യമല്ല, അവന്റെ ആത്മീയ രാജ്യം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ വരിക എന്ന വലിയ ചിന്തയാണ് അതിന്റെ പ്രകാശനം. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയിൽ നിലനിന്നിരുന്നൊരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ സുവിശേഷം അതിൻ്റെ പ്രവൃത്തി എങ്ങനെ ചെയ്തു, എങ്ങനെ നിർവഹിച്ചു, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയാം. എന്നോട് ആളുകൾ പറയാറുണ്ട്, ഈ സുവിശേഷം വരുന്നതിന് മുമ്പും ഇന്ത്യക്ക് ഒരു പൈതൃകമുണ്ട്, ഇന്ത്യക്കൊരു ചരിത്രമുണ്ട്, ഇന്ത്യക്ക് അതിശ്രേഷ്ഠങ്ങളായ ഒട്ടേറെ ആധ്യാത്മിക ചിന്തകളും ഗ്രന്ഥങ്ങളുമുണ്ട്, അത് പഠിപ്പിച്ച ശ്രേഷ്ഠന്മാരായ മഹൽ വ്യക്തികളുണ്ട്. ഞാനിതൊന്നും നിരാകരിക്കുന്നില്ല. പക്ഷെ പ്രശ്നം എവിടെയാണ്? ഇന്ത്യയിൽ മഹത് വ്യക്തിത്വങ്ങളുണ്ട്, ഇന്ത്യയിൽ ശ്രേഷ്ഠാചാര്യന്മാരുണ്ടായിരുന്നു, ഇന്ത്യയിൽ വൈജ്ഞാനിക ലോകം ശക്തമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയണ്ടേ? നിങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കോ. ഇന്ത്യയുടെ ഈ ബൃഹത്തായ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇന്ത്യയിലെ ആചാര്യശ്രേഷ്ഠന്മാർ ആരെങ്കിലും മനുഷ്യൻ തുല്യനാണെന്ന് പഠിപ്പിച്ച ഒരു രേഖ കാണിക്കാമോ? മനുഷ്യൻ തുല്യനാണ്? ഇല്ല. രണ്ട്, എല്ലാ മനുഷ്യരെയും തുല്യാവകാശങ്ങളെപ്പറ്റി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നേ, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്ത് കാണിക്കണ്ട, അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളൂ. ഈ തിരിഞ്ഞിരിക്കുന്ന ആളുകൾ അവർക്കൊരു കസേര കൊടുക്കാൻ താല്പര്യം കാണിച്ചില്ലല്ലോ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പോൾ ഇന്ത്യയിലെ ഒരു കൃതികളിലും മനുഷ്യൻ തുല്യനാണെന്ന് പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, വ്യത്യസ്തനാണ്, സൃഷ്ടിയിൽ വ്യത്യസ്തനാണ്. ചിലർ ശ്രേഷ്ഠകരമായ പൗരോഹിത്യത്തിന്, ചിലർ രാജ്യം ഭരിക്കാനുള്ള രാജാക്കന്മാരായിട്ട്, ചിലർ കച്ചവടം ചെയ്യാനുള്ള വണിക്കുകളായിട്ട്,
ചിലർ പാദസേവ ചെയ്യാനുള്ള സേവകരായിട്ട്, അതിലും താഴെ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായി 10-ൽ പരം ലക്ഷണങ്ങളോടുകൂടിയ ആളുകളെ 1935 കമ്മീഷൻ കണ്ടെത്തുന്നുണ്ട്. ഇത്തരത്തിൽ പലതരത്തിൽ ചിതറിക്കിടക്കുന്ന മനുഷ്യര്, ഈ മനുഷ്യരുടെ സൃഷ്ടിയെക്കുറിച്ച് അവരെക്കുറിച്ചൊക്കെ വ്യത്യസ്ത ഭാവങ്ങൾ പറഞ്ഞപ്പോൾ വിശുദ്ധ ബൈബിളും സുവിശേഷവും പഠിപ്പിച്ചതെന്താ? അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. സർവശക്തനായ ദൈവം ഒരുവനാണെന്നും അവന്റെ സൃഷ്ടിയിൽ ജാതി, മതം, വർണ്ണം, വർഗം ഇവയില്ലാതെ ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്നും 2 വിധ വർഗങ്ങളാണ് ഭൂമിയിലെ സകല മനുഷ്യരുടെയും ഉത്ഭവത്തിന് ഹേതുവായി തീർന്നതെന്നും സ്ത്രീയെന്നും പുരുഷനുമെന്നുമുള്ള ആ ഡൈക്കോട്ടമിക്ക് അപ്പുറത്ത് മറ്റൊന്നുമില്ലാത്ത വിധം പ്രപഞ്ച സൃഷ്ടിയുടെ, മനുഷ്യ സൃഷ്ടിയുടെ മനോഹാരിത വിളിച്ചു പറയുന്ന ബൈബിളിന്റെ സിദ്ധാന്തം ഈ രാജ്യത്തിലേക്ക് വന്ന മിഷനറിമാർ ഉദ്ഘോഷിക്കപ്പെട്ടപ്പോൾ ഈ രാജ്യം നൂറ്റാണ്ടുകളായി പരിപാലിച്ചു പോന്നിരുന്ന ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെ ഏറ്റവും ഹീനമായ, ഭീകരമായ അടിമത്തത്തിന്റെ ആഴങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അതിന്റെ മഹത്തരമായ, ശ്രേഷ്ഠകരമായ ആ സവിശേഷത ഉയർത്തിപ്പിടിച്ചെങ്കിൽ ആ സുവിശേഷത്തിന്റെ മഹിമ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ സുവിശേഷത്തെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ പുനരാവിഷ്കരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവപിതാവ് തന്റെ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ നശിപ്പിക്കാനല്ല, ലോകം ദൈവത്തെ സ്വീകരിച്ച് പുത്രനാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്. ഇനി എന്താണ് കാരണം? പെർഗമോസിലേക്കും മടങ്ങി വരണം. ഇരുട്ടിൻ്റെ പൈശാചിക ശക്തികളുടെ കേന്ദ്രമായി അന്നറിയപ്പെട്ടിരുന്ന ഈ പെർഗമോസിൽ ഒരു സഭ, ഞാൻ പറഞ്ഞു അംഗസംഖ്യ ചെറുതാ, ആളുകൾ കുറവാ, ആളുകൾ കുറവുള്ള, ജനാവലി കുറവുള്ള ആ സഭ അവരുടെ ശ്രേഷ്ഠത പറയുക, നിങ്ങൾ അംഗസംഖ്യ ചുരുക്കമാണ്, പക്ഷേ എൻ്റെ നാമം മുറുകെ പിടിച്ചു. മുറുകെ പിടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഞാൻ പിടിച്ചിരിക്കുന്ന കരത്തിൻ്റെ ശ്രേഷ്ഠത, ആ ശ്രേഷ്ഠതയിലാണ് വിശ്വസിക്കണ്ടേ. ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. ഒരിക്കൽ ഒരു കുഞ്ഞ് കലാലയത്തിലേക്ക് വരികയാണ്. ആ സ്കൂൾ ബസ് വഴിയിൽ നിർത്തി. അവനെന്തോ വാങ്ങാൻ കയറി. അവന് ഉദ്ദേശിച്ച വസ്തു കിട്ടുന്നില്ല. കുറേ കടകളിൽ കൂട്ടി അലഞ്ഞ് അവനത് വാങ്ങിക്കൊണ്ടുവരികയാണ്. നിർഭാഗ്യം, അപ്പോഴേക്കും കലാലയത്തിൻ്റെ ഗേറ്റ് അടച്ചു. അത് ക്ലോസായി. ഇനി പ്രവേശനമില്ല. അവൻ വീട്ടിൽ നിന്ന് പോന്നു. സ്കൂളിലെത്തിയില്ല. അവൻ ഇരിക്കാനിടമില്ല. ഒന്നും അറിഞ്ഞുകൂടാ. അവന് ദുഃഖിതനായി. അവൻ്റെ മാതാപിതാക്കൾ സ്കൂളിലേക്ക് വിട്ടതാ. ഒരു തരത്തിലും പരീക്ഷിക്കപ്പെടുന്നില്ല. അവൻ ഈ ഗേറ്റിൽ കിടന്ന്, അതിൻ്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ ഇടിച്ച് ശബ്ദം ഉണ്ടാക്കി. ഗേറ്റ് തുറന്നിട്ട് ചെറിയൊരു കിളിവാതിലിലൂടെ ഒരു മനുഷ്യൻ പുറത്തേക്ക് നോക്കി. വാച്ചറാ, ആ ഗേറ്റ് കീപ്പറാണ്. എന്താ കുട്ടി, അങ്കിൾ തുറക്കുമോ? എനിക്കകത്ത് പ്രവേശിക്കണം. വാച്ചിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ് 15 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞു. എനിക്കിനി തുറക്കാൻ നിർവാഹമില്ല. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഞാൻ നിസ്സഹായനാണ്. എനിക്ക് കിട്ടുന്ന സജഷൻ അതാണ്. നീ വെയിറ്റ് ചെയ്യുക, ഉച്ചവരെ ഇവിടെ ഇരിക്കും. അത്രയും കരുണ അയാൾ കാണിച്ചു. ഈ കുട്ടി ദുഃഖിച്ചു. കനത്ത വെയിൽ വരുന്നു, ഇവിടെ ഇരിക്കാൻ പ്രയാസമുണ്ട്. ഈ ഗേറ്റ് കീപ്പർക്ക് ഒരു കരുണയും കാണിച്ചുകൂടാ. നിയമം അങ്ങനെ. പ്രിൻസിപ്പൽ ശിക്ഷിക്കും. വീട്ടിൽ വളരെ ദൂരേക്ക് യാത്ര ചെയ്യണം, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. ഒരു ദിവസം നഷ്ടപ്പെടുന്നു. അവൻ ദുഃഖിതനായി. ഒടുക്കം തിരികെ നടക്കുക. ഗേറ്റിൻ്റെ ഇവിടെ നിൽക്കാൻ നിർവാഹമില്ലാതെ ദൂരേക്ക് നടന്ന് കരഞ്ഞുകൊണ്ട് പോകുന്ന ഈ കുഞ്ഞിന് അഭിമുഖമായി ഒരു മനുഷ്യൻ വരിക. ഒരു സാധു മനുഷ്യൻ. ആ മനുഷ്യൻ ചോദിച്ചു, കുഞ്ഞെ അവിടെ നിൽക്കുക,
എന്തിനാ കരയുന്നേ? അങ്കിൾ ബുദ്ധിമുട്ടി അവൻ പറഞ്ഞു, വീട്ടിലേക്ക് പോകാൻ ഇനി നിർവാഹമില്ല. 4 മണി വരെ എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. ക്ലാസ്സിൽ കയറാൻ ഇനി നിർവാഹമില്ല. ഇതെല്ലാം അടച്ചു. അത്രേ ഉള്ളോ? സാരമില്ല, നിന്നെ ഞാൻ സംരക്ഷിക്കുക, എൻ്റെ കൂടെ വാ. അപ്പോൾ കുട്ടി പറഞ്ഞ അപരിചിതരോടൊപ്പം അങ്ങനെ പോകരുതെന്നാണ് മമ്മി പറഞ്ഞ, പാപ്പ പറഞ്ഞേ. വേറെ എങ്ങോട്ടുമല്ല, നീ വന്ന സ്കൂളിൻ്റെ അരികിലേക്ക് വാ. അപ്പോൾ പിന്നെ അപരിചിതത്വമുള്ള സ്ഥലമില്ലല്ലോ. കമോൺ. അവന് വിശ്വാസമായി. ആ മനുഷ്യൻ, ഈ കൈനീട്ടി കൊടുത്തവൻ അവനെ പിടിച്ചു. നടന്ന് ഈ അടച്ച ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഗേറ്റോട് അടുക്കുമ്പോൾ ഈ കുട്ടി പറഞ്ഞ, അങ്കിൾ അങ്ങോട്ട് പോകണ്ട, ഞാൻ ലേറ്റായിപ്പോയി. ഇപ്പോൾ അവിടെ നിന്നിരുന്ന ഗേറ്റ് കീപ്പർ എന്നെ പറഞ്ഞു വിട്ടതേ ഉള്ളൂ, പുതിയ ആൾ ചാർജ് എടുത്തിരിക്കും, ഒരു കരുണയും കാണിക്കില്ല, ഇനി അവിടെ മുട്ടിയിട്ട് കാര്യമില്ല. ആ മനുഷ്യൻ പറഞ്ഞു, സാരമില്ല, വാ, നീ ഏതായാലും വാ. ഗേറ്റിനോടടുത്തപ്പോൾ ഈ മനുഷ്യനിങ്ങനെ മുട്ടി. കിളിവാതിൽ തുറന്നു. ഒരു മനുഷ്യനകത്തുണ്ട്. ഒന്നും പറയാതെ വേഗത്തിൽ കതക് തുറന്നു. 2 പേരും അകത്തേക്ക് പോയ. കുട്ടി പറഞ്ഞു, അങ്കിൾ, മുതിർന്ന ആളായതുകൊണ്ട് അങ്കിളിനെ കണ്ടപ്പോൾ അവർ കതക് തുറന്നു. പക്ഷെ ഇനിയൊരു കടമ്പയുണ്ട്, ഇതിലും വലിയ കടമ്പ. പ്രിൻസിപ്പൽ, ഞാനവിടെ ചെല്ലണം, ഇതൊക്കെ പറഞ്ഞ് ധരിപ്പിക്കണം. പേടി അങ്കിൾ, സാധിക്കില്ല. ഈ കൈപിടിച്ച മനുഷ്യൻ പറഞ്ഞു, നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഞാൻ ആരെന്നറിഞ്ഞെങ്കിൽ നീ ഇത് പറയില്ല. എന്താ കാര്യം എന്നറിയണ്ടേ? ഞാനിതുവഴി വന്നാൽ എൻ്റെ മുമ്പിൽ തുറക്കാത്ത വഴിയും വാതിലും ഇല്ല. കാരണം ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. നീ പിടിച്ചിരിക്കുന്ന കരത്തിൻ്റെ ശ്രേഷ്ഠത അതാണ്. എൻ്റെ മുമ്പിൽ കുനിയാത്ത തലകളില്ല, എന്നെ കണ്ടാൽ വണങ്ങാത്ത വ്യക്തികളില്ല. ആ കരത്തിലാണ് നീ പിടിച്ചിരിക്കുന്നത്. ഈ രാത്രി ആ കരത്തിൽ പിടിച്ച, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ്റെ കരത്തിൽ പിടിച്ച, ഉലകത്തിൻ്റെ ഉടമയുടെ കരങ്ങളിൽ പിടിച്ച, നമുക്ക് ജയത്തോടെ പറയാം, ഞങ്ങളുടെ ശക്തി നിന്റെ കരത്തിൽ പിടിച്ചത്, ആ നാമം ഉയർത്തിയത്. ഏത് പ്രതിസന്ധിക്കകത്തും യേശുവിനെ ഉയർത്തണം. ഏത് തിരക്കിന് നടുവിലും യേശുവിനെ ഉയർത്തണം. ഏത് പ്രയാസത്തിന് നടുവിലും യേശുവിനെ ഉയർത്തണം. ഇതാ യെരിഹോയുടെ പടിവാതിക്കൽ ഒരു മനുഷ്യൻ കിടക്കുക, ഒന്നും കാണാൻ അവന് കഴിയില്ല. ആൾത്തിരക്കിന് നടുവിൽ ബഹളം കെട്ടപ്പോൾ അവൻ ചോദിച്ചു, കൂട്ടുകാരാ, എന്താ ശബ്ദം? ആരോ പറഞ്ഞു, നസ്രയനായ യേശു പറ്റുന്നു. പരിചയപ്പെടുത്തിയത് നസ്രയനായ യേശു എന്ന വിലാസമാ പറഞ്ഞ്. തിരുവനന്തപുരത്തുകാരനായ ഇന്നയാൾ എന്ന് പറയും പോലെ നസ്രായനായ യേശുവെന്ന് ആരോ പരിചയപ്പെടുത്തിയപ്പോൾ ഈ കുരുടൻ ആ വിളിപ്പേരല്ല യേശുവിനെ വിളിക്കുന്നത്, മറിച്ച് വിളിക്കുക, യേശുവേ ദാവീദ് പുത്ര. ഉലകം പരിചയപ്പെടുത്തുന്ന പേരിനപ്പുറത്ത് ആത്മബന്ധം ശക്തിപ്പെട്ടിട്ട് വിളിക്കുക, യേശുവേ ദാവീദ് പുത്ര, ദാവീദ് പുത്ര, ദാവീദ് പുത്ര. ആളുകൾ പറഞ്ഞു, മിണ്ടാതിരി, ശബ്ദമുണ്ടാക്കരുത്. ഉലകം മുഴുവൻ നാവിനെ സ്തംഭിപ്പിക്കാൻ 100,000 വാക്കുകൾ പറയുമ്പോഴും അവൻ ഒറ്റക്കൊരുത്തൻ കെൽപ്പോടെ നിന്ന് വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, ദാവീദ് പുത്ര. ഈ രാത്രി ആരുണ്ട് ആ നാമം ഒന്ന് മുറുകെ പിടിക്കാൻ? ആ നാമം മുറുകെ പിടിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, ദാവീദ് പുത്രൻ ഇവിടെ വരും, ഇവിടെ നിൽക്കും. ഈ ശബ്ദങ്ങൾക്ക്, ആരവാരങ്ങൾക്ക് നടുവിൽ ഒരു കാര്യം നിന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരയണം? നിനക്കെന്ത് വേണം? ദൂരത്തും ചാരത്തും ഇരുന്ന് വചനം കേൾക്കുന്ന സ്നേഹിതരെ, യേശുവിൻ്റെ നാമം മുറുകെ പിടിക്ക്. അവിടുന്ന് ചോദിക്കും, നിനക്കെന്ത് വേണം? ഞാൻ നിനക്കെന്ത് ചെയ്യണം? ഒന്നുറപ്പിച്ചു, അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തയുടെ പ്രചോദനമായി തീരട്ടെ. അവിടത്തേക്ക് നിർവഹിക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ക്ഷണത്തിൽ യേശുവിൻ്റെ അരികിൽ നിന്നു, നിനക്കെന്ത് വേണം? ഇവൻ ചെയ്തൊരു കാര്യമുണ്ടേ. യേശുവിനെ അന്നത്തെ മനുഷ്യർ പരിഹസിച്ച് വിളിക്കാറുണ്ട്, ശാസ്ത്രമറിയാത്തവൻ, വിവരം കെട്ടവൻ, തച്ചൻ്റെ മകൻ. ആക്ഷേപത്തിൻ്റെ പേരാ.
കണ്ണു തുറന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ തച്ചന്റെ മകനെന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ ഒരുത്തൻ മാത്രം രാജാവിൻ്റെ മകൻ എന്ന പരിഹാസ ശരങ്ങൾ കൊണ്ട് അവനെ എയ്യുവാൻ കാത്തു നിൽക്കുന്ന, അസ്ത്രം കുലച്ചു നിൽക്കുന്ന പ്രതികൂല ശക്തികളുടെ നടുവിൽ യേശുവിനെ നിർത്തിയട്ടെ, അവൻ അരികിലേക്ക് വന്ന് പറയുക, കാഴ്ച പ്രാപിക്കുക. ക്ഷണത്തിൽ അവൻ ഈ പ്രപഞ്ചത്തെ കണ്ടു, തനിക്ക് സൗഖ്യം നൽകിയവനെ കണ്ടു, പരിഹസിച്ചവരെ കണ്ടു. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് തിരുനാമമെന്ന കൊടി അതിനെ എന്നും ഉയർത്തിക്കൊണ്ടിരിക്കാൻ ഭക്തന് ദൈവം കൃപ തരട്ടെ, ബലം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരരെ, പെർഗമോസിലേക്ക് മടങ്ങി വരാം. കൈക്കസ് നദിയുടെ തീരത്ത് 1200 അടി ഉയരത്തിൽ ആ മലമുകളിൽ പണി കഴിപ്പിച്ച മനോഹര പട്ടണത്തിൽ സർവദേശത്തിലുമുള്ള ആളുകളെ ആകർഷിക്കുമാർ നിൽക്കുന്ന മനോഹരമായൊരു വിജ്ഞാന കേന്ദ്രം. അതിൽ നിരവധി പാർച്ച്മെന്റ് ഷീറ്റുകളിൽ എഴുതിയ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഇതുവരെ കാണാത്ത പലതരം ആശയങ്ങളുടെ രേഖകൾ. അവയോടൊപ്പം മനുഷ്യജീവിതത്തിന് സമാധാനം തരുമെന്നും അവൻ്റെ ലോകത്തിന് സൗഖ്യം തരുമെന്നും ചിന്തിച്ചുകൊണ്ട് പഴയ ലോകം തയ്യാറാക്കിയ 100,000 മാന്ത്രിക കർമ്മങ്ങളുടെ ആചാരങ്ങളുടെ ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥപ്പുരയുടെ സംരക്ഷണത്തിന് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ച നാഗദേവതകളുടെ കാവൽ. ഇതിനെ കണ്ട് ഭയക്കുന്ന മനുഷ്യര് ചികിത്സാർത്ഥം വരുമ്പോൾ ജീവനുള്ള പാമ്പുകൾക്കൊപ്പം മനുഷ്യരെ ഇട്ടുകൊണ്ട് അവരുടെ ശരീരത്തിലൂടെ ഇഴയുമ്പോൾ അത് തൻ്റെ ഇഷ്ടദേവന്റെ സന്ദർശനമെന്ന് കരുതിക്കൊണ്ട് വേണ്ടി വന്നാൽ അത് കൊത്തി മരിച്ചാൽ പോലും സായുജ്യമെന്ന് കരുതുന്ന ഭക്തിയുടെ വല്ലാത്ത വിൽപ്പന കേന്ദ്രത്തിൽ അതിനെതിരെ ബദൽ സൃഷ്ടിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു പറ്റം സാധുക്കൾ ആത്മാവിൻ്റെ ഐക്യതയോട് ഒത്തുകൂടുമ്പോൾ ലോകം ചോദിക്കും, നിങ്ങൾക്കിതെങ്ങനെ സാധിക്കും ചോദിക്കുമ്പോൾ ഭക്തൻ പറയണം, സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിന്റെ ആത്മാവിനാൽ. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് പകരപ്പെട്ടിരിക്കുന്നത് ഈ മൺകൂടാരങ്ങളിൽ. ഈ ശക്തിയോടെ സാത്താന്യ കോട്ടകളെ ഇടിച്ച് പുത്തൻ ജയം കൈവരിക്കാൻ ആരും ഇന്ന് രാത്രി സമർപ്പിതരായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇതാ പ്രയോജനപ്പെടുത്തുന്ന ഒരു ദൈവം, ഉപയോഗിക്കുന്ന ഒരു ദൈവം, സന്ദർശിക്കുന്ന ഒരു ദൈവം, നമ്മളെ അടിമുടി മാറ്റുന്ന ഒരു ദൈവം, സൗഖ്യമാക്കുന്ന ഒരു ദൈവം, സന്ദർശിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഈ പെർഗമോസിൽ ഈ സഭ ശക്തിപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. ഒരു സഭ അനുഗ്രഹിക്കപ്പെടുക എന്ന് വെച്ചാൽ ധാരാളം പേർ കൂടുന്നതിലല്ല, എൻ്റെ അടുത്ത് ആൾ കൂടുന്നൊന്നുമല്ല, ധാരാളം പേർ വരട്ടെ. ഒരു സഭ അനുഗ്രഹിക്കപ്പെടുന്നത് മനോഹരമായ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോഴല്ല. ബിൽഡിംഗ് വേണം, അത് അനുഗ്രഹം തന്നെയാ, ആൾപ്പെരുപ്പം അനുഗ്രഹം തന്നെയാ. പക്ഷേ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ എനിക്ക് സർദീസിലുണ്ട്. വ്യാജ അപ്പോസ്തലന്മാരെ കണ്ട് തിരിച്ചറിഞ്ഞ അറിവുള്ള ചിലർ നിനക്കവിടെ ഉണ്ട്. ഓരോന്നും പ്രശംസയായി ഓരോ സഭയോടും പറഞ്ഞു വരുമ്പോൾ പെർഗമോസിലെ സഭയെ കണ്ടിട്ട് പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം അത്ര ശരിയല്ല. പ്രിയപ്പെട്ടവരെ, പണ്ട് ഈ തിരുവനന്തപുരം, അല്ലല്ലി കേരളം, ഈ ഇന്ത്യ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് ഗുണം ചെയ്യുന്നൊരു നാടായിരുന്നില്ല. ദുരാചാരങ്ങളുടെ, അനാചാരങ്ങളുടെ, മനുഷ്യത്വ നിഷേധത്തിൻ്റെ 100,000 ശബ്ദകോശങ്ങൾ ഇതുവഴി കേട്ടു. അന്നും യേശുവിനെ പ്രസംഗിക്കാൻ സാധുക്കളായ നിരവധി ദൈവവൃത്തന്മാരെ ദൈവം ഈ വഴിയിലൂടെ യാത്രയാക്കി. അവർ കല്ലിനാൽ എറിയപ്പെട്ടു, ഭക്ഷണം നിഷേധിക്കപ്പെട്ടു, ആക്ഷേപിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ പലയിടങ്ങളിൽ ഇന്നും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ആവർത്തിക്കുമ്പോൾ ആരും കാണാത്ത ഒരു നിശബ്ദ പ്രക്രിയ നടപ്പുണ്ട്. പറയാം, ഇന്ത്യയിൽ സുവിശേഷത്തിനെതിരെ ഒരു നിയമം പാസ്സായ നാടാണ് തമിഴ്നാട്. ആ നിയമം കൊണ്ടുവന്ന ആളുടെ പേര് പുരട്சி തലൈവി ഡോക്ടർ ജയലളിത എന്നായിരുന്നു, അവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രി. തലൈവി ഭരിക്കുമ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കുകയാണ്. അങ്ങനെ ഒരു കാലം മതപരിവർത്തന നിരോധന നിയമം എന്ന ഒരു നിയമം കൊണ്ടുവന്നു. ഈ നിയമം കൊണ്ടുവരുന്നതിലൊന്നും ആർക്കും വിരോധമില്ല. ഈ നിയമം ചിലരെ തിരഞ്ഞു പിടിച്ച് ശിക്ഷിക്കാനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ, ഭരണഘടനാ വിരുദ്ധമായി ഉപയോഗിക്കുമ്പോൾ ആ നിയമത്തിൻ്റെ സാധുത പരിശോധിക്കണം.
എൻ്റെ കൂടെ ബഹുമാനപ്പെട്ടൊരു കർത്തദാസനുണ്ട്, പാസ്റ്റർ അപ്പുക്കുട്ടൻ എന്ന പേര്. ഞങ്ങൾ രണ്ടാളും ഇതുപോലെ 2 ദിവസം മുമ്പ് മുണ്ടക്കായം എന്നൊരു സ്ഥലത്താണ് പ്രസംഗിക്കാൻ പോയത്. ആ പ്രസംഗം നടക്കുന്നതിനിടയ്ക്ക് ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയും ആ ബസ് സ്റ്റാൻഡിലെങ്ങും ആൾക്കരികിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് നിരവധി ലഘുലേഖകൾ. ഇദ്ദേഹത്തിന് എന്നെ അറിയാം, എനിക്ക് വലിയ പരിചയമില്ല. ഓടി വന്നു, കഴിഞ്ഞ് പരിചയപ്പെട്ടു, പാസ്റ്റർക്കറിയായിരുന്നു. പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെയും ഭാര്യയും വടക്കേ ഇന്ത്യയിൽ മതപരിവർത്തന നിരോധന നിയമം കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. 6 വർഷത്തേക്ക് ശിക്ഷിച്ചു. അപ്പീൽ പോയിരിക്കുക, ജാമ്യമൊക്കെ കിട്ടി. ആ മനുഷ്യനും ഭാര്യയും 2 ജയിലുകളിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ആ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ ഇവർ 2 പേരും മാത്രമല്ല. 2 മാസം മുമ്പ് ഞാൻ UP-യിലായിരുന്നു. ഇങ്ങനെ ജയിലിക്കിടന്ന ചില മനുഷ്യരെ കണ്ടു. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതികളെക്കുറിച്ച് മനസ്സിലാക്കി. വലിയ നിരാശജനകമാണ്. നമ്മൾ ഈ ജയിലിലൊക്കെ ഉള്ള ഭക്ഷണത്തിൻ്റെ മെനു ഒക്കെ വായിക്കാറുണ്ട്. എനിക്ക് ആ മെനു ഒക്കെ വായിച്ചിട്ട് അവിടെ പോയാൽ എന്താണെന്ന് ഒരിക്കൽ ആട്ടിറച്ചി ഉണ്ടെന്നും. ഒരു കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ, ഈ പേരിലെ ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർ അടിച്ചെടുക്കും പകുതി. ഈ ചാറൊക്കെ ആ പാവങ്ങൾക്ക് കിട്ടുന്നത്. കുറ്റവാളികളാണെങ്കിൽ ഒരു മനുഷ്യരല്ലേ, അവരുടെ കെയർ ഓഫിൽ ഇങ്ങനെ തിന്ന് തീർക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഇത് കേട്ടാൽ ഈ കുറ്റവാളികൾ ഇതെല്ലായിടത്ത് തിന്ന് തീർക്കുകയാണ്. ഇതൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കണ്ടേ, ഉപ്പുമാവിന് പകരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്തിനാ വീണ്ടും വീണ്ടും അനുവദിക്കുകയെന്ന് അറിയണ്ടേ? ഈ സാറുമാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. അല്ല, ഈ തടവുള്ളികളോട് താല്പര്യം കൊണ്ടല്ല ഇത്. ഇങ്ങനെയുള്ള ഒത്തിരി പണികൾ കിടപ്പുണ്ട് നമ്മുടെ എല്ലാ നാട്ടിൽ. ഇതൊന്നും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അതൊക്കെ പോട്ടെ, ഇവരുടെ കോട്ടയൊക്കെ എങ്ങോട്ട് പോകുന്നുള്ള മറ്റൊരു സത്യം. ഈ കേരളത്തിൽ കുറേയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അവിടെ കിടക്കുന്നൊരു മനുഷ്യരല്ലേ, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അവിടെ മറുവശം എടുക്കാം. ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു വന്ന പേര് ജയിലിൽ കൊണ്ടിരുന്ന മനുഷ്യരെ ഏറ്റവും മോശമായ വിധത്തിൽ ട്രീറ്റ് ചെയ്യുക. പൊട്ടിപ്പൊളിഞ്ഞ ടോയ്ലറ്റുള്ള ഇടത്ത്, കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന ഇടത്ത് കൊണ്ടിട്ടിരിക്കുക. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ ഈ രാജ്യത്ത്? ഞാൻ ഈ ലോക രാജ്യത്തോട് ചോദിക്കുക, ഈ 1600 ആളുകൾ ഇന്ത്യയുടെ വിവിധ ജയിലിൽ കഴിയുമ്പോൾ ഈ 1600 എന്നുള്ള കണക്ക് ഞാനൊന്ന് മാറ്റുന്നു. ഒരു 16 പേര് ഇന്ത്യയിലെ ജയിലിൽ കിടക്കുക. ഈ 16 പേര് അക്രൈസ്തവരാണെന്ന് വിചാരിക്കുക. 16 പേരെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കുറ്റം ചുമത്തി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ജയിലിലിട്ടാൽ, ഇട്ടിരിക്കുന്നത് അങ്ങ് UP-യിലാകാം, കാശ്മീരിലാകാം, നാഗാലാൻഡിലാകാം, മധ്യപ്രദേശിലാകാം, ഈ കേരളം കത്തൂലേ? ഇന്ത്യയുടെ പലയിടങ്ങൾ ക്രമസമാധാന പ്രശ്നം തകരില്ലേ? അതിൻ്റെ അനുഗാമികൾ തെരുവിലിറങ്ങിക്കൊണ്ട് സർക്കാരുകൾക്കെതിരെ കലാപക്കൊടി ഉയർത്തില്ലേ? ഞങ്ങളുടെ സമർശിച്ചങ്ങൾ 1600 പേര് ഇന്ത്യയിലെ ജയിലിൽ കിടന്നിട്ട് ഞങ്ങൾ രാഷ്ട്രത്തിനെതിരെ, ഭരണകൂടത്തിനെതിരെ ഒരു ചെറു വിരലനക്കുന്ന നിങ്ങൾ കണ്ടോ? അതിൻ്റെ പേരാ ക്രൈസ്തവ ധാർമ്മികത. അതാ യേശു പഠിപ്പിച്ച സഹനത്തിന്റെ, ക്ഷമയുടെ, യേശു പഠിപ്പിച്ച നിതാന്തമായ ആ സമാധാനത്തിന്റെ ശീലം എന്ന ഒരു സത്യം ഞങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറയുമ്പോ മറ്റൊന്നുകൂടി, ഈ ജയിലിൽ ഇത്ര ഭീകരമായ വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യന് തെരുവിലിറങ്ങി ഇന്നും ആവേശപുരസരം സുവിശേഷപ്രതി വിതരണം ചെയ്യാൻ ഒരു തടസ്സവുമില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖത്തെ ചൈതന്യം പറ്റാതെ, അദ്ദേഹത്തിന്റെ മുഖത്തെ സന്തോഷം പറ്റാതെ ഊർജ്ജസ്വലനായി ഈ പ്രവർത്തിക്കാൻ കാരണമെന്താ? ഞങ്ങൾക്ക് ഇത്തരം ശിക്ഷകൾ വരുന്തോറും ഞങ്ങളുടെ കരുത്ത് കൂടിക്കൊണ്ടിരിക്കും. അതേക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തു പറ്റിയെന്നൊക്കെ അറിയണ്ടേ? ഇത്തരം മതപരിവർത്തന നിയമം കാട്ടി യേശുവിൻ്റെ അനുഗാമികളുടെ മുട്ടുവിറപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയ പുരക്ഷി തലൈവിയുടെ മുട്ടുവിറച്ചതല്ലാതെ ഞങ്ങൾ കീഴടങ്ങിയ ചരിത്രമില്ല. നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളായ ആയുധങ്ങളല്ല. ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ആയുധങ്ങൾ വാളും വടിയും ബോംബുമല്ല. അദൃശ്യ മണ്ഡലത്തിലെ ദുഷ്ടാത്മസേനയോട് പൊരുതി പദം വന്ന കരുത്തുള്ള ആത്മശരീരം കൊണ്ട് ഞങ്ങളുടെ പോരാട്ടമെങ്കിൽ പ്രാർത്ഥനയുടെ മുഴങ്കാലിൽ യുദ്ധം പ്രഖ്യാപിക്കാൻ കെൽപ്പുള്ള ചിലരെ കൊണ്ട് സ്ഥിതിഗതികൾ മാറ്റുന്ന ഒരു മഹാദൈവം ഈ രാത്രി ചിലരെ കൂടി തിരഞ്ഞിവിടെ വന്നിട്ടുണ്ട്. അവർ ഉപയോഗിക്കപ്പെടുന്ന കാലം, അവരുടെ പ്രാർത്ഥന സാർത്ഥകമാകുന്നൊരു കാലം. ആ കാലം എങ്ങനെ ചരിത്രത്തിന് വഴിമാറി എന്നറിയണ്ടേ?
പറയാം. ഇന്നിപ്പോൾ തമിഴ്നാടിൻ്റെ നിയമസഭയെ നിയന്ത്രിക്കുന്നത് ഒരു സുവിശേഷ പ്രസംഗനാണ് അവിടുത്തെ സ്പീക്കർ. മനസ്സിലായോ? നമുക്കൊരു സന്തോഷമില്ല. ഞാൻ നാളെ ഇവിടെ മുഖ്യമന്ത്രി ആയിക്കൂടുന്നില്ല, അതാ പറഞ്ഞു വന്ന്. മനസ്സിലായില്ലേ? അതിൽ ഒത്തിരി രഹസ്യങ്ങളൊന്നും ഞാൻ പുറത്തോട്ട് വിടുന്നില്ല. അങ്ങനെ പല കാര്യമുണ്ട്. ചിലരൊക്കെ ആശങ്കപ്പെടുക. അതിൻ്റെ കാരണം തമിഴ്നാട്ടിൽ നമ്മുടെ കണക്ക് 7% ആളുകൾ, 19% ആളുകൾ നമ്മളിവിടെ ഉണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ 7%. 7% ആളുകൾ അവിടെ ഉള്ളൂ. പക്ഷെ തമിഴ്നാടിൻ്റെ സ്ഥിതി മാറി, അന്തരീക്ഷം മാറി. ഒത്തിരി ഡീറ്റെയിലൊക്കെ വേണം നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായിരിക്കും ഭംഗി. എന്താ പറഞ്ഞേ? ഒരിക്കൽ സുവിശേഷത്തിൻ്റെ ശക്തിയെ ത്യജിക്കാൻ ശ്രമിച്ച നാട്ടിൽ അതിവേഗം വളരുന്ന മാർഗം ഇറാനെക്കുറിച്ചുള്ള വാർത്തകളിൽ നിങ്ങൾ കേട്ടതൊക്കെ തന്നെ യുദ്ധത്തിൻ്റെ വാർത്തയാണ്. ഇറാനിൽ അതിവേഗം വളരുന്ന മാർഗം യേശുവിൻ്റെ സുവിശേഷം. പാകിസ്ഥാനിൽ അതിവേഗം വളരുന്ന മാർഗം യേശുവിൻ്റെ സുവിശേഷം. ഹല്ലേലൂയ. ഇറാഖിൽ അതിവേഗം വളരുന്നത് യേശുവിൻ്റെ സുവിശേഷം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അതിവേഗം വളരുന്നത് യേശുവിൻ്റെ സുവിശേഷം. ഇപ്പോൾ ചിലർ പറയുകയാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പള്ളി വിൽക്കാനിട്ടിരിക്കുകയാണ്. അതിൻ്റെ രഹസ്യം കൂടെ നിങ്ങളോട് പറയാം. ഈ സായിപ്പിൻ്റെ അംഗസംഖ്യ കുറഞ്ഞു, അവരോടെ കുറവാണ്. അതിനാ നമ്മളെയൊക്കെ അങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞ് ക്ഷണിക്കുന്നു. ഇവിടുന്ന് ധാരാളം പേര് കുടിയേറുക. അത് ക്രൈസ്തവർ കുറവാണ്, മറ്റാളുകളെല്ലാം അവിടെ കുടിയേറുന്നുണ്ട്. പറയുന്നതെല്ലാം അവനെ ചീത്തയാണ്, പക്ഷേ പ്രശ്നം വരുമ്പോൾ അങ്ങോട്ടായി പോകുന്നത്. അതൊരു വേറൊരു കാര്യമാണ്, അങ്ങോട്ട് കുടിയേറുക. ഇപ്പോൾ അവർക്ക് അംഗസംഖ്യ കുറഞ്ഞതിൻ്റെ ഒരു പ്രതിസന്ധി മനസ്സിലായി. ഇന്നിപ്പോൾ വരുമ്പോൾ രസകരമായ വാർത്ത കണ്ടു. ബീഹാറിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3ാമത്തെ കുട്ടിക്ക് പ്രസവം കഴിയുമ്പോഴേ അമ്മയ്ക്ക് 30,000 ഉറുപ്പിക, 4ാമതൊരു കുട്ടിയുണ്ട് 40,000 ഉറുപ്പിക. അംഗസംഖ്യ കുറയുന്നു. അംഗസംഖ്യ അങ്ങനെ ശാസ്ത്രീയമായി കുറഞ്ഞു പോയൊരു സമൂഹമാണ് നമ്മൾ. മനസ്സിലാകുന്നുണ്ടോ? 2 മക്കൾ 1 മക്കളൊക്കെ ഉള്ളു. കല്യാണം നടത്തുന്ന പാസ്റ്റർമാർ ഇനിയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാകേണ്ടതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കണം. സന്തോഷമില്ല? വലിയ കൊടും പട്ടിണിയുടെയൊക്കെ കാലത്താണ് നമ്മൾ 4-5 പേരൊക്കെ ജനിച്ചേ. ഇന്നിപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറിയപ്പോൾ 2 മക്കൾ പരിണിതഫലമായിട്ട് എന്ത് പറ്റി? ഒത്തിരി ആഗ്രഹിച്ച് പണി കഴിപ്പിച്ച വീട്ടിൽ പാർക്കാൻ മക്കളില്ലെന്ന് അവർ 2 പോയി. നമ്മൾ വൃദ്ധനും ആകുമെന്ന്. അപ്പോൾ അവിടെ താമസിക്കുന്ന നമ്മൾ 2 പേരും ഭാര്യയും ഭർത്താവും. മക്കളവിടെ ഇല്ല. മക്കളുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കണം. സന്തോഷമില്ലേ? ചുമ്മാ അശാസ്ത്രീയമായ കുറേ പൊട്ടത്തരങ്ങളാണ് പണ്ടൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ മക്കൾ കൂടുതലുണ്ടായ ഭൂമിക്ക് ഏതാണ്ടൊക്കെ സംഭവിക്കുന്ന ശാസ്ത്രമാണെന്ന് പറഞ്ഞ് ഏതോ വിവരദോഷികൾ പഠിച്ചു വിട്ടതാണ്. അതിന് പറയുന്നത് കാട്ടുമൃഗങ്ങൾ ഇഷ്ടം പോലെ, മനുഷ്യൻ തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ അവിടെ ആളില്ല. 2 ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാട്. എൻ്റെ കാരണം എന്താ? വലിയ ടാക്സ് കൊടുക്കണം. ഇപ്പോൾ ഇവരിതിൽ അടച്ചു പൂട്ടിപ്പോയി. തന്നെയല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ ബോർഡ് എഴുതി വെച്ച അസംബ്ലീസ് ഓഫ് ഗോഡ് IPC ഒന്നുമല്ല നമ്മുടെ ചർച്ച്. നമ്മുടെ ചർച്ച വേണ്ടി ഇരിക്കുന്ന സാധനമാണ്. ജീവനുള്ള കല്ലുകൾ കൊണ്ട് പണി കഴിപ്പിച്ച ഞാനും നിങ്ങളും. അതൊന്ന് കൂടാനുള്ള സ്ഥലമാണ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഭക്തനായ ജോർജ് മുള്ളറുടെ ഒരു ഓർഫനേജിൽ ഞാൻ പോയി. അവിടെ അങ്ങനെ ആരുമില്ല. അപ്പോൾ ഒരു മനുഷ്യൻ എന്നോട് ഇതെല്ലാം പറഞ്ഞ് ഗദ്ഗത കണ്ടനായി പറയാം. 1000കണക്കിന് കുട്ടികൾ ഓടി നടന്ന സ്ഥലമാണ്. വഴിയോരങ്ങളിൽ തെരുവുകളിൽ നിന്നൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ആ വിദ്യാഭ്യാസം കൊടുത്ത് പരിശീലിപ്പിച്ച ഈ സ്ഥലം അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. ആരവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് നല്ലതല്ലേ? ഈ സ്ഥാപനം അടച്ച് പൂട്ടണം. കാരണം ഒരു ഓർഫനേജ് ഉണ്ടാകാൻ പാടില്ലെന്നോ, അനാഥരുണ്ടാകരുത്. അതാ കാര്യം. അനാഥരുണ്ടായില്ല, അനാഥശാല ഉണ്ടാവുള്ളൂ. ആ രാജ്യമൊക്കെ മാറിയെന്നതിൻ്റെ തെളിവ്, രാജ്യത്തിൻ്റെ രീതിയൊക്കെ മാറിയെന്നതിൻ്റെ തെളിവ്. ഇത്തരം സ്ഥാപനങ്ങളല്ല ഇനി മുതൽ വേണ്ടത്. വൃദ്ധസദനങ്ങളും ഇങ്ങനെ അനാഥശാലകളും പെരുകുന്നത് ഒരു നാടിൻ്റെ ഗുണത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കുടുംബാന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു പോകുന്ന സനാതനായി തീരേണ്ട, സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാഴ്ചപ്പാടാ അത് മുമ്പോട്ട് വെക്കുന്നത്. മക്കളെ യഹോവ തരുന്ന ദാനം, ആ ദാനങ്ങളും മക്കളും കുടുംബവും ഒക്കെ ആയി ജീവിക്കുന്ന കൺവെൻഷണലായ ഒരു ജീവിത രീതിയാണ് ബൈബിൾ വീക്ഷിക്കുന്നത്.
ഉപജീവനാർത്ഥം മറ്റിടങ്ങളിലൊക്കെ കടന്നുപോയ കുട്ടികളുണ്ടാകാം. ആ മക്കളോടും പറയട്ടെ, നിങ്ങൾക്ക് മക്കളുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി. നിങ്ങൾക്ക് ആ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് നാളെ ഈ ലോകത്തിൻ്റെ സ്ഥിതി മാറ്റുന്നത് എന്ന് ആര് കണ്ടു? അല്ല എന്ന്. അതുകൊണ്ട് ഇനിയുള്ള കാലം തലമുറകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സന്തോഷമല്ലേ? കല്യാണമോ കഴിപ്പിക്കുമ്പോൾ സത്യരാജ് ഭാഷ ഇത് മക്കളുണ്ടായതിൻ്റെ ആവശ്യകതയെപ്പറ്റി കൃത്യം പ്രസംഗിക്കണം. അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി. സ്തോത്രം. എനിക്ക് 3 മക്കളായിരുന്നു. 2 കുട്ടികളായി കഴിഞ്ഞപ്പോൾ 3ാമത്തെ കുട്ടിയുടെ ഡെലിവറിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഡോക്ടറിനെ കളിയാക്കി ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലെന്നുള്ള ഒന്നല്ല കാര്യം. അപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളെ അപ്പോൾ എന്നോട് ചോദിച്ചു, 2 പെൺകുട്ടിയാ, 3ാമത്തെയും പെൺകുട്ടിയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറയും, ഒന്നും ചെയ്യില്ല, എന്നെ വളർത്തും. അതെന്താ 3 പെണ്ണുണ്ടാകുന്നൊരു മോശമാണ്. അപ്പോൾ അന്നത്തെ എൻ്റെ വിശ്വാസ രീതി അനുസരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ, ബട്ട് ഐ ബിലീവ്, ഐ നോ, എനിക്കറിയാം ഇത് പെണ്ണല്ല, ഇതാണാണ്. കുറിച്ചിട്ടോളാൻ പറഞ്ഞു. മുൻകൂട്ടി പോയി കുഞ്ഞിന് വേണ്ട, ആൺകുട്ടിക്ക് വേണ്ട ഉടുപ്പുമൊക്കെ എടുത്തു വെച്ചു. മനസ്സിലായില്ലേ? എനിക്ക് പെണ്ണാകുന്ന ഏറ്റവും സന്തോഷം, ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. ഈ പെൺകുഞ്ഞുങ്ങളെല്ലാം ദൈവം നമുക്കൊന്ന് ദാനമല്ലേ? മോശമാണോ പെണ്ണ്? അപ്പോൾ ദൈവം എനിക്ക് തക്ക സമയത്ത് ഒരു ആൺകുട്ടിയെ തന്നു. അപ്പോൾ ഞാനവന് വാട്ട് ഈസ് ദിസ് എന്നർത്ഥം വരുന്നൊരു പേരായിട്ട്, പെണ്ണിൻ്റെ പേര് തന്നെ മന്ന. പാസ്സൊക്കെ അങ്ങനെ മോനെ വിളിക്കുന്നത്. ഓഫീഷ്യൽ പേര് വേറെ ഉണ്ട്. 3 മക്കളെ ദൈവം തന്നുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായില്ല. 21 വീടുകൾ മാറി മാറി പാർത്തു. 21 വാടക വീടുകൾ മാറി മാറി പാർത്ത് കഷ്ടപ്പാടുകളിലോ യാത്ര ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഒക്കെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മക്കളൊക്കെ നല്ല നിലയിൽ പഠിച്ച് ഒരു മോളുടെ വിവാഹം കഴിഞ്ഞു. മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടിയൊരു മോള് മെഡിസിന് പഠിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ മന്ന BCA 3rd ഇയറിന് പഠിക്കുന്നു. അപ്പോൾ ഡോക്ടറെ, നിങ്ങളീ പറയുന്നതൊന്നുമല്ല ഞങ്ങളുടെ ദൈവത്തിൻ്റെ കണക്ക്, നിങ്ങളീ പഠിപ്പിക്കുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി, നിങ്ങളീ പറയുന്നതുമല്ല പുരോഗമനം. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഇതാ വചനം ഇന്നൊരു വിടുതലാണ് നിങ്ങൾക്ക്. ഒരു വിടുതലാണ്. വചനവും ദൂതും ആരേറ്റെടുക്കുന്നോ അവർക്ക് ആ കുടുംബത്തിനൊരു വിടുതലാണ്. അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ പരിചയമുള്ള ഇടത്ത് ഒരു തലമുറയെ കാണാൻ ആവലോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഒരു വിടുതല. ഓൺലൈനിലൂടെ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോ, അതൊരു വിടുതല. ആമേൻ. അവിടെ ഈ വിധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് ഒരു സുപ്രധാന വസ്തുത പറയാൻ വേണ്ടിയാ. ഈ കുഞ്ഞുങ്ങളെല്ലാം സുവിശേഷം അറിയിക്കുന്നവരും ആകണം. നിങ്ങൾ ജോലിയൊക്കെ ചെയ്തോ, പൂർണ്ണ സമയം വിളി കിട്ടുമ്പോൾ അതിന് പോയാൽ മതി. പക്ഷെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തിലും ഏത് ജോലി ചെയ്താലും സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുമെന്നുള്ള ഒരാത്മസമർപ്പണം കൂടി ചെയ്യണം. യേശുവിനെ സാക്ഷിക്കണം, നാമം മുറുകെ പിടിക്കണം. ഏത് സാത്താന്യ കോട്ടയിലും അവിടുത്തെ നാമം ഒന്ന് മുറുകെ പിടിക്കണം. Lord, taste and see that the Lord is good. അവ നല്ലവനെന്ന് രുചിച്ചറിവി. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാ. അങ്ങനെ പെർഗമോസ് സഭ ശക്തിപ്പെട്ടു. ഇവയൊക്കെ വെല്ലുവിളിച്ചു. അവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തദാസൻ ഉണ്ടായിരുന്നു. പേര് അന്തിപ്പാസ് എന്നായിരുന്നു. ഈ അന്തിപ്പാസ് എന്ന മനുഷ്യൻ ശക്തനായൊരു പ്രാർത്ഥന മനുഷ്യൻ. പുള്ളിക്ക് ഇതിനെയൊന്നും പേടിയില്ല. പാമ്പുകളെ ഭയമില്ല, ശത്രുക്കളെ ഭയമില്ല, പിശാചുക്കളെ ഭയമില്ല. അങ്ങനൊരു ജന്മമാണ് നമ്മുടെയൊക്കെ. ചിലരങ്ങോട്ട് ശക്തിപ്പെടാത്ത ഈ പേടി വരും. ചിലർക്ക് ചെറിയൊരു രോഗം മതി, പിന്നില്ലേ കരഞ്ഞുകൊണ്ട് കിടക്കും. നിസാര അസുഖമായിരിക്കും, പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുക. അയ്യടാ അതിൻ്റെ ഇവിടെ ഒരു വേദന, തലക്കൊരു വെട്ടൽ. ഇതൊന്നും വലിയ കാര്യം പോലും അല്ല. ആണോ? മിക്കവാറും സ്ത്രീകൾ ഈ അസുഖം ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് അറിയണ്ടേ? നിസാര അസുഖം. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരില്ലേ, അവരെന്തെന്ന് വെച്ചാൽ ഈ കുഞ്ഞിന് കൊടുക്കേണ്ട ഭക്ഷണത്തിൻ്റെ നല്ലൊരു ഭാഗം അവരിരുന്നും കഴിക്കും.
കുഞ്ഞിന് കൊടുക്കുക എന്നുള്ള രൂപയാണ് ഈ കുറുക്കുമല്ല ഇങ്ങനെ ഉണ്ടാക്കി ഇവരിരുന്ന് കഴിച്ച് നല്ല പ്രായത്തിൽ ഷുഗർ കൊച്ചുകുഞ്ഞിന് കൊടുക്കേണ്ടതാ. നീ ഈ അളവിലെടുത്ത് ഉണ്ടാക്കുകയല്ല, കൂടുതൽ എടുത്തേച്ച് കളയാൻ വയ്യല്ലോ എന്ന് പറഞ്ഞ് കഴിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടി ആഹാരം എടുത്തിട്ട് കൂടുതലെടുത്തിട്ട് അതും എന്തു ചെയ്യും, അങ്ങ് കഴിക്കുക. അതുകൂടാതെ സ്വന്തം അക്കൗണ്ടിൽ വേറെ എടുത്ത് കഴിക്കുക. ഞാൻ കള്ളം പറയല്ല, ബൈബിളിൽ പോലും ഉണ്ട് ഇതിൻ്റെ ഒരു പരോക്ഷ സൂചന. 5 അപ്പം 5000 പേർ കൊടുത്തു എന്ന് പറയുന്ന ഭാഗത്ത് പുരുഷന്മാരുടെ എണ്ണം, സ്ത്രീകളുടെ എണ്ണം എന്താ ഇല്ലാത്ത? അത് കണക്ക് കൂട്ടാൻ പോലും പറ്റാതെ വന്നതാ. അപ്പോസ്തലൻ അത്ര നോക്കിയിട്ട് എണ്ണം എടുക്കാൻ പറ്റുന്നില്ല. കാരണം നിന്ന് പിടിക്കുക, എന്നിട്ട് പറയുക ഇവിടെ ഒരു വേദന അവിടെ ഒരു വേദന, ഒന്നുമില്ലെന്ന് ജയമെടുക്കാൻ പോവാം നമ്മൾ. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഭയം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഭവം. വർഷങ്ങളൊക്കെ പുറത്ത് ഹൈ റേഞ്ചിലടുത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈ കള്ളി എത്തുന്ന ആ കത്തിയുമായിട്ട് സ്റ്റേജിൽ ഓടിക്കേറി. ഒരൊറ്റ വേട്ട. ഈ ഫ്രണ്ടിൽ ഈ മൈക്കിൻ്റെ സ്റ്റാൻഡുള്ളതുകൊണ്ട് വേട്ട അതിനിട്ട് കിട്ടി. ഇത് മറിഞ്ഞ് താഴെ വീണു. പെട്ടെന്നൊരു അന്തരീക്ഷമൊക്കെ മാറി. വോളണ്ടിയേഴ്സ് എല്ലാം പെട്ടെന്ന് വന്നു. അയാൾ നോർമലായി അയാളെ പിടിച്ചുകൊണ്ട് പോയി. അതല്ല രസം. സ്റ്റേജിലിരുന്ന അഭിഷിക്ത കർത്തൃദാസന്മാരെല്ലാം ഇറങ്ങി ഓടി. ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, അത് ഈ പാസക്കറിയാം, സുലേഖ എന്നും പറഞ്ഞൊരു പാട്ട് പാടുന്ന കൊച്ചു. അവളെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ടു. അന്നേരം ഓർത്ത് ഈ കാര്യം. ആ പെങ്കൊച്ചൊടിയ സകല പുള്ളികൾ ഓടി. മനസ്സിലായില്ലേ? അപ്പോൾ പെൺകുട്ടികൾ ഒത്തിരി ഉണ്ടായ എന്താ കുഴപ്പമെന്ന് കണ്ടോ? ഇത്ര ആണുങ്ങളുണ്ടായിട്ട് കാര്യമുണ്ടായോ? സകല മോസ്റ്റ് റെവറൻഡ് അട്ടർ മോസ്റ്റ് പ്രീസ്റ്റ് പാസ്റ്റർമാരെല്ലാം അങ്ങോട്ട് ഓടിക്കളഞ്ഞു. പിന്നെ ഇവരെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ആള് പുറകെ പോയി. കാരണം യോഗം പ്രാർത്ഥിച്ച് തീർക്കണ്ടേ. പിന്നെ ഞാൻ പ്രസംഗിച്ച് കണ്ടിന്യൂ ചെയ്തപ്പോഴേക്ക് ദൂരെ നിന്നൊക്കെ ആൾ വന്നു. അതിൽ ഒരാൾ എന്നോട് പറയുക, എൻ്റെ സ്വഭാവത്തിനായിരുന്നുണ്ടല്ലോ പാസ്റ്റേ, ഞാൻ ആ കോപം കാരണം ഇവിടുന്ന് അങ്ങ് പോയതാണ്. കോപം കയറി അവനെ വല്ലതും ചെയ്യുമോന്നോർത്ത് ഓടിയതാണ്. അല്ല, ഞാനിവിടെ നിന്ന് പോയാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഓടി മാറിയതാണ്, അവനെ വല്ലതും ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞു നന്നായി, ഓടിയത് വളരെ നന്നായി. ഇത്തരം വിരട്ട് കാണുമ്പോൾ തലകുനിക്കുന്നവരല്ല യേശുവിൻ്റെ അനുഗാമികൾ. അതിൻ്റെ അർത്ഥം കത്തിക്ക് മൂർച്ചയില്ലാഞ്ഞിട്ടോ വെട്ടേക്കാത്തതുകൊണ്ടല്ല, ദൈവം അനുവദിക്കാതെ അത് ഏക്കില്ല. ദൈവം അനുവദിച്ചാൽ സ്തെഫാനോസ് മരിക്കും കല്ലേറുകൊണ്ട്. ദൈവം അനുവദിച്ചാൽ തിളക്കുന്ന എണ്ണയിൽ നിന്ന് യോഹന്നാൻ രക്ഷപ്പെടും. ദൈവം അനുവദിച്ചാൽ പൗലോസ് ഈർച്ചവാളിനാൽ കൊല്ലപ്പെടും. ദൈവം അനുവദിച്ചാൽ പത്രോസ് മരിക്കും. ദൈവം അനുവദിച്ചാൽ തീച്ചൂളക്കുള്ളിൽ നിന്ന് ദാനിയേൽ രക്ഷപ്പെടും. സിംഹക്കൊടിയിൽ നിന്ന് രക്ഷപ്പെടും. തീച്ചൂളക്കുള്ളിൽ നിന്ന് ഭക്തന്മാർ രക്ഷപ്പെടും. ദൈവം അനുവദിച്ചാൽ നമുക്ക് രക്ഷയുള്ളതുപോലെ ചിലപ്പോഴൊക്കെ ദൈവം നമുക്ക് വേണ്ടി സഹനം വച്ചിട്ടുണ്ട്. ആ സഹനത്തിന്റെ വഴികളിലൂടെയും ജയിക്കണം. അന്തിപ്പാസ് സുശക്തമായി പെർഗമോസിലെങ്ങും യേശുവിനെ പ്രസംഗിച്ചു. എന്താ പ്രസംഗം അറിയണ്ടേ? ഈ നാട് ചികിത്സയുടെ പേരിൽ, വൈദ്യശാസ്ത്രത്തിന്റെ പേരിൽ സാധുക്കളായ മനുഷ്യരെ സർപ്പങ്ങൾ ഉപയോഗിച്ച് കൊല്ലുകയാ. ദുരാചാരങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന സാത്താന്യ സിംഹാസനമാ നിന്റെ ഹൃദയം. അതൊക്കെ വിട്ടുമാറണം. ഒരു ഘട്ടത്തിൽ ഈ സ്ഥിതിയൊക്കെ മാറി. നാടിന്റെ സ്ഥിതി മാറി, ഈ ദേശത്തിന്റെ സ്ഥിതി മാറി. യാഥാർത്ഥ്യബോധത്തിലേക്ക് നിങ്ങൾ കടന്നു വരും. അങ്ങനെ കടന്നു വരുവാൻ മാനസാന്തരത്തിന്റെ സന്ദേശം മുഴക്കിയ അന്തിപ്പാസിനെ പിടിച്ചു, വിചാരണ ചെയ്തു, നിർബന്ധിച്ചു വിളിപ്പിച്ചു. ചക്രവർത്തിയെ സ്തുതിക്കുന്ന വാക്കുകൾ അന്തിപ്പാസ് വിളിച്ചില്ല. ഈ കാണുന്ന അസ്കലോപ്പയസിന്റെ മുമ്പിൽ വലിച്ചിരച്ചു കൊണ്ടുവന്ന് പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടി കരങ്ങൾ കുപ്പാൻ ആവശ്യപ്പെട്ടു. അന്തിപ്പാസ് ചെയ്തില്ല. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത് എന്ന അപ്പോസ്തോലിക ശബ്ദം പോലെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നപ്പോൾ ഇതാ തിരുവെടുത്ത് പറയാ, എന്റെ ദാസനായ അന്തിപ്പാസിനെ കൊന്ന കാലത്തും നീ എന്റെ നാമം മുറുകെ പിടിച്ചു. നീട്ടുന്നില്ല. സഹോദരേ, ഒടുക്കം ചെയ്ത് കേൾക്കണ്ടേ? വെങ്കലം കൊണ്ട് നിർമ്മിച്ചൊരു കുറ്റൻ കാളയുടെ പ്രതിമ, വെങ്കലം അല്ലെങ്കിൽ ഓട്, അതറിയാം എന്താണ്? അല്ലെ ഒളിമ്പിക്സിനും ഏഷ്യാഡിനും ഒക്കെ നമ്മുടെ ആളുകൾ കൂടുതൽ മേടിക്കുന്ന സാധനം.
മനസ്സിലായില്ലേ? ഒളിമ്പിക്സിനോ അതുപോലെ ഇതിനൊക്കെ പോകുമ്പോൾ കൂടുതൽ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന സാധനം എന്താ? വെങ്കല. ആ പോകുന്ന കലാകാരന്മാരെയല്ലേ, ആ അത്ലറ്റുകളെ പരിഹസിച്ചല്ലേ. ഇവർക്കൊന്നും ഒരു പ്രോത്സാഹനമൊന്നും വേണ്ട വിധി കൊടുക്കുന്നില്ല. അതാ കാര്യം. നമ്മുടെ രാജ്യത്തിന് ഒത്തിരി ഗുണമുണ്ട്, ദോഷം ഒത്തിരി ഉണ്ട്. ഈ സ്പോർട്സ് വകുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ഇവർക്ക് വേണ്ട പരിഗണനയൊക്കെ കൊടുക്കണം. അല്ല അതിൻ്റെ തലയാഴ്ച വിളിച്ചേച്ച് നമുക്ക് ഒരു ഒളിമ്പിക്സ് ഉണ്ടല്ലോ പോയേക്കാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയാൽ ജയിക്കണമെന്നൊന്നുമില്ല. ശരിയല്ലേ? അപ്പോൾ തന്നെ നമ്മുടെ നാടിന് ഗുണമുണ്ട്. ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചാണ്, കടം കൊണ്ടൊരാൾ ബുദ്ധിമുട്ടി, ബിസിനസ് പൊട്ടി, വഴികളെല്ലാം അടഞ്ഞ്, എല്ലാ ബിസിനസ്സും തകർന്നു, രക്ഷയില്ല, കോടികളുടെ കടം വന്നാൽ അത്തരം മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭരണകൂടം. നിങ്ങൾക്കത് വിശ്വാസമില്ലേ? ഞാൻ 2-3 പേര് പറയാം, അപ്പം മനസ്സിലാകും. റോട്ടോമാക്കെന്ന് കേട്ടിട്ടുണ്ടോ? വിജയ് മല്യ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കാര്യമല്ല പറഞ്ഞത്, ഇവർക്കൊക്കെ വരണം. അദാനിക്കോ അംബാനിക്കോ റോട്ടോമാക്കിനോ വിജയ് മല്യക്കോ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്നോടൊരാൾ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത്? ഞാൻ പറഞ്ഞു ഇന്നും പെട്രോൾ അടിച്ച് വരുമ്പോഴേ ഞാൻ ഈ റോട്ടോമാക്കിൻ്റെയും വിജയ് മല്യയുടെയും കടം വീടിക്കൊണ്ടിരിക്കുക. അതിനായി സെസ് പിരിക്കുന്നതും GST പിരിക്കുന്നതൊക്കെ എന്തിനാ? വിജയ് മല്യ വിദേശത്ത് പോയി സുഖമായിട്ട് താമസിക്കാൻ വേണ്ടിയാ നമ്മൾ ഈ പൈസ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കോടികൾ. അത് വിട്ടേക്ക്. ചുരുക്കി പറഞ്ഞാലേ, ഈ അത്ലറ്റുകൾക്ക് കൂടുതൽ വാങ്ങുന്ന വെങ്കലം, ഈ വെങ്കല ഓടെന്നൊക്കെ പറയുന്ന ഈ ചെമ്പ്, പിച്ചള, ഇതെല്ലാം ഏതാണ്ട് ഒരേ കുടുംബത്തിൽപ്പെട്ട സാധനമാണ്, ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളിന്. ഇതുകൊണ്ടൊരു കാളയുടെ ഉള്ളു പൊള്ളയാ, ശൂന്യമാണ്. നമ്മുടെ അന്തിപ്പാസ് എന്ന മനുഷ്യനെ ഈ കാളയുടെ ഉള്ളിലേക്ക് വായിലൂടെ കയറ്റി, വലിയ കാളയാ, ഇങ്ങനെ തിരികെ അതിനകത്തിട്ടു. താഴെ നിന്ന് കൽക്കരി കത്തിച്ച ചൂടാക്കി, നേരിയ ചൂട് കൊടുത്ത് അത് കൂട്ടി. അതിനകത്ത് കിടന്ന ഭക്തൻ വെന്ത് നീറി പഴുത്ത് ഉരുകി ഈ കിടാവിൻ്റെ രൂപത്തിൻ്റെ അകത്ത് ഒട്ടിച്ചേർന്ന് പറ്റിച്ചേർന്ന് ഉറഞ്ഞുകൂടി കിടന്നു. ഇങ്ങനെ കൊലപ്പെടുത്തുമ്പോൾ നിരവധി ക്രൈസ്തവരുടെ കൈകെട്ടി പുറകോട്ട് നിർത്തി ഈ രംഗം കാണാൻ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. നിനക്കും ഇതാ സ്ഥിതിയെന്ന് ബോധ്യപ്പെടുത്താനാ. ഈ രംഗം കണ്ട് കണ്ണടച്ചു പോയാൽ ചാട്ടക്ക് അടി കിട്ടും. നീ കാണണം ഈ കാഴ്ച. ഇതായിരുന്നു പെർഗമോസ് കൊടുത്ത ശിക്ഷ. ഇത് തെർത്തുല്യനെന്ന് പറയുന്ന സഭാപിതാവ് എഴുതിയിരിക്കുക. അന്തിപ്പാസ് നേരിട്ട പ്രതിസന്ധി. ഇങ്ങനെ രക്തസാക്ഷിയായി മരിച്ചു അന്തിപ്പാസ്. അപ്പോഴും പരിശുദ്ധാത്മ പറയാ, അന്നും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു, തോറ്റില്ല. നാളെ ഒരിക്കൽ ഇന്ത്യയിൽ തൻ്റെ മക്കൾ അഭിമുഖിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രതിസന്ധിക്ക് ഇത്തരമൊരു തലം രൂപപ്പെട്ടാൽ ക്രിസ്തുവിൻ്റെ നാമം മുറുകെ പിടിക്കാൻ ആത്മസമർപ്പണമുള്ള ചിലരെ ദൈവപരിശുദ്ധാത്മാവ് തിരയുന്നു. അകത്തും പുറത്തും ഇരുന്ന് ഈ വചനം കേട്ടവരിൽ എനിക്കവിടുത്തെ നാമം മുറുകെ പിടിക്കണം, എനിക്കങ്ങയുടെ പിന്നാലെ യാത്ര ചെയ്യണം, ഈ മഹത്തര നാമത്തിൻ്റെ സാക്ഷിയാക്കണം. സാത്താന്യാധിപത്യത്തെ കണ്ട് ഭയപ്പെടാതെ, രക്തസാക്ഷി മരണം വരിക്കാനുള്ള ആഹ്വാനത്തെ ഭയപ്പെടാതെ, എനിക്ക് നേരെ വരുന്ന 100,000 പരിഹാസ ശരങ്ങളെ കണ്ട് ഭയപ്പെടാതെ, ഈ തിരുവെഴുത്തിൻ്റെ ശക്തിക്ക് വേണ്ടി മരണം വരെ പൊരുതണം, അതുവരെ പിടിച്ചു നിൽക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കണ്ണുകളടയ്ക്കാം.